ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിലെ ലാസ്റ്റ് പാർട്ടാണ്. അതായത് മെഗാ റിവിഷനിലെ ലാസ്റ്റ് പാർട്ടാണ്. ഇതോട് കൂടിയിട്ട് നമ്മുടെ ആ ഒരു ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ബുക്ക് ഫുള്ള് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 1 ആണ് എവല്യൂഷൻ ഓഫ് പ്രിൻറ്റിംഗ് ആൻഡ് ലാംഗ്വേജ് ടെക്നോളജി. ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ചാപ്റ്ററാണ്, പക്ഷേ എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഒറിജിൻ ഓഫ് ടെക്നോളജി ഇൻ ലാംഗ്വേജ് ആൻഡ് ദി എവല്യൂഷൻ ഓഫ് റൈറ്റിംഗ്. ഈ ഒരു ഹെഡിങ്ങിൽ മെയിനായിട്ടും എവിടെയാണ് റൈറ്റിംഗ് സിസ്റ്റം ആദ്യമായിട്ട് വന്നത്, അതേപോലെ തന്നെ ഈ റൈറ്റിംഗ് സിസ്റ്റം ഒന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ മുന്നേ ആൾക്കാർ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്, പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ആ ഒരു ഇൻവെൻഷനോട് കൂടിയിട്ട് എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്, ഇത് മൂന്നുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഇൻവെൻഷനോട് കൂടിയിട്ട് എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഷേപ്പിംഗ് ദി വേ വി കമ്മ്യൂണിക്കേറ്റ് ആൻഡ് യൂസ് ലാംഗ്വേജ്. നമ്മൾ ഭാഷ സംസാരിക്കുന്നതിലും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും നമ്മൾക്കൊരു ഷേപ്പ് കൊണ്ടുവന്നത്, അതായത് ആ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നതിന് ഏതൊരു ഇമ്പാക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പ്രിൻറ്റിംഗ് പ്രസ്സിന് ഇമ്പാക്റ്റ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ഏർലിയസ്റ്റ് ഫോംസ് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. അതായത് റൈറ്റിംഗ് സിസ്റ്റം ഒന്നും കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ ഉള്ള ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? ഓറലി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ സംസാരിക്കുന്ന രീതിയിലായിരുന്നു. ഓറലി ആണ്, റിട്ടൺ അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ആദ്യമായിട്ട് റൈറ്റിംഗ് സിസ്റ്റം നിലവിൽ വന്നത് എവിടെയാണ്? റൈറ്റിംഗ് സിസ്റ്റം വിച്ച് ഫസ്റ്റ് അപ്പിയർഡ് ഇൻ മെസപ്പൊട്ടാമിയ. ഇമ്പോർട്ടൻ്റ് ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇതിന്ന് 3 പ്രതീക്ഷിക്കാം. അതാണ് റെഡിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കാം. ദെൻ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ മെയിനായിട്ടും അതിൻ്റെ താഴെ ഹെഡിങ്ങിൽ മെയിനായിട്ടും പോയിന്റ്സ് വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഫിനീഷ്യൻസ് എന്ന് പറയുന്ന ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു. അവരാണ് 11th സെഞ്ച്വറി BCE ആൽഫബറ്റ് ഇൻവെൻറ്റ് ചെയ്തത്. പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റ് ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ റൈറ്റിംഗ് സിസ്റ്റം ആരാണ് ഏറ്റവും ഫസ്റ്റ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു? മെസപ്പൊട്ടാമിയയിലാണ് റൈറ്റിംഗ് സിസ്റ്റം നിലവിൽ വന്നത്. ഇനി ആൽഫബറ്റ്സ് ആരാണ് കൊണ്ടുവന്നത്? ഫിനീഷ്യൻസ് ആണ്. സ്പെല്ലിംഗ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഫിനീഷ്യൻസ് അവരൊരു ജനവിഭാഗമാണ്. അവർ 11th സെഞ്ച്വറിയിലാണ് എന്ത് കൊണ്ടുവന്നത്? ആൽഫബറ്റ് ഇൻവെൻറ്റ് ചെയ്തത്. ദി ഇൻവെൻഷൻ ഓഫ് ആൽഫബറ്റ് ബൈ ദി ഫിനീഷ്യൻസ് ഇൻ ദി 11th സെഞ്ച്വറി BCE. അതോടുകൂടിയിട്ട് ഈ ഒരു റൈറ്റിംഗ് സിസ്റ്റം മോർ സോഫിസ്റ്റിക്കേറ്റഡ് ആയി എന്നാണ് പറയുന്നത്. സോഫിസ്റ്റിക്കേറ്റഡ് എന്താ? അത്രയും കോംപ്ലെക്സ് ആയി എന്നാണ് പറയുന്നത്. Then, alphabets made reading and writing more accessible to a larger population. Ancient writing systems were pictographic and consisted of symbols. അതായത് മുന്നേയുള്ള ആൻഷ്യൻ സിസ്റ്റംസ് എന്ന് പറയുന്നത് നമ്മളെ പോലെ ഇപ്പോൾ ആൽഫബറ്റ്സ് ഓരോ ലെറ്റേഴ്സ് മാത്രമായിരുന്നില്ല, ഓരോ സിമ്പിൾസ് കൂടിയും അവർ ഓരോ ലെറ്റേഴ്സിന് പകരമായിട്ട് യൂസ് ചെയ്തിരുന്നു. അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള ഈജിപ്ഷ്യൻ സിമ്പിളാണ് എന്തെന്ന് പറയുന്നത്? ഒരു ബേർഡ്, ഒരു കിളിയുടെ ചിത്രം വെച്ചിട്ട് ആ കിളിയുടെ ചിത്രം, ആ ബേർഡിൻ്റെ ചിത്രം ബാ എന്നുള്ള ആ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ആൽഫബറ്റിൽ ഓരോ ലെറ്റേഴ്സ് ഉപയോഗിക്കില്ലേ, അതേപോലെ അവർ ആ ഒരു ബേർഡിൻ്റെ ചിത്രം ബാ എന്നുള്ള സൗണ്ട് വരാനാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടും ആൽഫബറ്റ് ആരാണ് കൊണ്ടുവന്നത്? ഫിനീഷ്യൻസ് ആണ്. പിന്നെ ബേർഡിൻ്റെ സൗണ്ട്, അതായത് ബേർഡ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്? ഈജിപ്ഷ്യൻ ഹീറോഗ്ലിഫിക്സിൽ ബാ എന്ന സൗണ്ടാണ്. ദെൻ ഡിസ്കാൽക്യൂലിയ, ഡിസ്ഗ്രാഫിയ. ഇത് നമ്മൾ നേരത്തെ മറ്റേ പാർട്ട് 1 ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? ഡിസ്കാൽക്യൂലിയ എന്ന് പറയുന്നത് നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീനെയാണ് ഡിസ്കാൽക്യൂലിയ എന്ന് പറയുന്നത്. ദെൻ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് എബിലിറ്റിയിൽ വരുന്ന ആ ഒരു ഡിഫിക്കൽട്ടാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ദെൻ ക്യൂണിഫോം വാസ് used to record a variety of information including laws, religious texts and trade records. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ക്യൂണിഫോം എന്ന് പറഞ്ഞിട്ട് ഒരു 2 മാർക്സിന് പ്രതീക്ഷിക്കാം. എന്താണ് ക്യൂണിഫോം എന്ന് പറയുന്നത്? ക്യൂണിഫോം was used to record a variety of information including laws, religious texts, ട്രേഡ് റെക്കോർഡ്സ്. അതായത് അവരുടേതായിട്ടുള്ള കച്ചവടത്തിൻ്റെ ഇടപാടുകളും അവരുടെ റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളും കുറേ നിയമങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ് എന്ത്? ക്യൂണിഫോം. ഇമ്പോർട്ടൻ്റ് ആണ്. ദി ഫിനീഷ്യൻ ആൽഫബറ്റ് കൺസിസ്റ്റഡ് ഓഫ് 22 ലെറ്റേഴ്സ്. 1 വേർഡ് പ്രതീക്ഷിക്കാം. ഫിനീഷ്യൻ ആൽഫബറ്റ്സിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു? 22 ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. ദി ഫിനീഷ്യൻ ആൽഫബറ്റ് ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് അതർ റൈറ്റിംഗ് സിസ്റ്റംസ് ഇൻക്ലൂഡിങ് ഗ്രീക്ക്, ലാറ്റിൻ ആൽഫബറ്റ്സ്. അതായത് ഫിനീഷ്യൻസ് ആണ് ഫസ്റ്റ് ആയിട്ട് ആൽഫബറ്റ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫിനീഷ്യൻസ് ആൽഫബറ്റ് കൊണ്ടുവന്നതിന് പിന്നാലെ ഫിനീഷ്യൻസിൻ്റെ ആൽഫബറ്റിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് ഏതെല്ലാം രാജ്യത്ത്? ഗ്രീക്ക്, ലാറ്റിൻ ആൽഫബറ്റ്സ് എല്ലാം ഫിനീഷ്യൻസ് ആൽഫബറ്റ്സിൻ്റെ ഇൻഫ്ലുവൻസ് ആയിട്ടാണ്, അല്ലെങ്കിൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവരും ആൽഫബറ്റ്സ് ഇറക്കിയിട്ടുള്ളത്.
ദെൻ ദി ഇൻവെൻഷൻ ഓഫ് പേപ്പർ ഇൻ ചൈന. നെക്സ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയി. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് 1 മാർക്കിന് തന്നെ ചോദിക്കണം എന്നില്ല. ഇതായിട്ട് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ദെൻ പേപ്പർ ഇൻ ചൈന ഇൻ ദ 2nd century CE further advanced the use of writing systems. Paper in China. Then prior to invention of paper, writing was done on the materials such as papyrus, parchment or silk. ഇമ്പോർട്ടൻ്റ് ആണ്. പേപ്പർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് ആൾക്കാർ എഴുതിക്കൊണ്ടിരുന്നത്, എന്തിലാണ് എഴുതിക്കൊണ്ടിരുന്നത്, എന്തിലൊക്കെയാണ്? പെപ്പൈറസ്, പാർച്ച്മെൻറ്റ് ഓർ സിൽക്ക്. നമ്മൾ പറഞ്ഞതാണ് പെപ്പൈറസ് എന്ന് പറയുന്നത് ഒരു ചെടിയുടെ തണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പെപ്പൈറസ് എന്ന് പറയുന്നത്. പാർച്ച്മെൻറ്റ് നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താണ് പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ഡാർക്ക് ഷെയ്ഡഡ് ആയിട്ടുള്ള കുറച്ച് കട്ടിയുള്ള പേപ്പർ ഉണ്ടല്ലോ, അതാണ് പാർച്ച്മെൻറ്റ് ഓർ സിൽക്ക്. ദെൻ paper was cheaper and easier to produce than these materials, which led to significant increase in the production of written works. അതായത് ഈ വക മെറ്റീരിയൽസിനേക്കാളൊക്കെ ചീപ്പറായിട്ടാണ് എന്തുള്ളത്? പേപ്പർ ഉള്ളത്. അതുകൊണ്ട് തന്നെ പേപ്പറിൻ്റെ ആ ഒരു ഇൻവെൻഷൻ എന്ന് പറയുന്നത് അത്രയും ഡെവലപ്ഡ് ആയിരുന്നു. ദെൻ ജോഹന്നസ് ഗുട്ടൻബർഗ്സ് ഇൻവെൻഷൻ ഓഫ് ദി പ്രിൻറ്റിംഗ് പ്രസ് allowed for the mass production of books which made them more widely available. അത് ആരാണ് പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റ് ചെയ്തത്? നമ്മൾ GK പഠിച്ചു വന്നതാണ്. ആരാണ്? ജോഹന്നസ് ഗുട്ടൻബർഗ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. പേപ്പർ ചൈനയിലാണ് ഇൻവെൻറ്റ് ചെയ്തത്. അതേപോലെ തന്നെ പേപ്പറിൻ്റെ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽസ് ആണ് പെപ്പൈറസ്, പാർച്ച്മെൻറ്റ് ഓർ സിൽക്ക്. പിന്നെ പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്? ജോഹന്നസ് ഗുട്ടൻബർഗ്സ് ആണ്. ദെൻ the English alphabets, also known as Roman alphabets, is derived from the Latin alphabets which was developed by the early Romans. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്, ഒന്നുമില്ല. അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിനെ നമ്മൾ എന്തെന്നും കൂടി പറയും, റോമൻ ആൽഫബറ്റ്സ് എന്നും കൂടി അറിയപ്പെടും. ഈ റോമൻ ആൽഫബറ്റ്സ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ ആൽഫബറ്റ്സിൽ നിന്നാണ്. ഈ ലാറ്റിൻ ആൽഫബറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഏർലി റോമൻസ് ആണ്. പണ്ടത്തെ റോമൻസ് ആണ് ലാറ്റിൻ ആൽഫബറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ലാറ്റിൻ ആൽഫബറ്റ്സിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റോമൻ ആൽഫബറ്റ്സ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിനെ റോമൻ ആൽഫബറ്റ്സ് എന്നും കൂടി പറയപ്പെടാറുണ്ട്. ദെൻ ദി ലാറ്റിൻ ആൽഫബറ്റ് കൺസിസ്റ്റ് ഓഫ് 23 letters with no distinction between upper case and lower case letters. അതായത് നമ്മൾ ക്യാപിറ്റൽ എ സ്മോൾ ലെറ്റർ എ, നമുക്ക് ക്യാപിറ്റൽ എ സ്മോൾ ലെറ്ററിൽ എ ഉണ്ടല്ലോ, അതേപോലെ അവർക്ക് ഒരു അപ്പർ കേസും ലോവർ കേസും ഡിസ്റ്റിങ്ഷൻ ഇല്ല. ഒരേ ലെറ്റേഴ്സ് ആണ് അവരെല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. Then the examples of technology in language. One example of technology in language is the use of speech recognition software. Speech recognition software കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്ന ഒരു കാര്യം ടെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, എഴുതാം. നമ്മൾ ഈ പ്രായമായ ആൾക്കാർക്കൊക്കെ അങ്ങനത്തെ ഓരോ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്താണ്? നമ്മൾ പറയുന്ന കാര്യം അവിടെ ടെക്സ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഗൂഗിളിലായാലും അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ദിസ് ടെക്നോളജി അലോസ് ഫോർ സ്പോക്കൺ വേർഡ്സ് ടു ബി ട്രാൻസ്ക്രൈബ്ഡ് ഇൻ ടു റിട്ടൺ ടെക്സ്റ്റ്. സ്പോക്കൺ വേർഡ്സ് ടു ബി ട്രാൻസ്ക്രൈബ്ഡ് ഇൻ ടു റിട്ടൺ ടെക്സ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീച്ച് റെക്കഗ്നേഷൻ സോഫ്റ്റ്വെയർ നോട്ട് ചെയ്ത് വെക്കാം. Then another example is the use of translation software. നമ്മൾ കുറേ വട്ടം പറഞ്ഞതാണ് ട്രാൻസ്ലേഷൻ സോഫ്റ്റ്വെയർ എന്താണ്? ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ട്രാൻസ്ലേഷൻ സോഫ്റ്റ്വെയർ. Another example is the use of digital media such as social media to share ideas and communicate with a wider audience. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. എക്സാമ്പിൾസ് ഓഫ് ടെക്നോളജി ഇൻ ലാംഗ്വേജ് പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ ഒരു 5 മാർക്സിനായിട്ട് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. Then ടെക്നോളജി ടൂൾസ് ഫോർ ലാംഗ്വേജ് ലേണിംഗ്. ലാംഗ്വേജ് ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി ടൂൾസ്. ഇതിലൊന്നും മനസ്സിലാക്കി പഠിക്കാനില്ല, ജസ്റ്റ് 3 പോയിൻറ്റ്, 3ലും 3 പോയിൻറ്റ് വീതം കാണാതെ പഠിക്കുക. ഇൻ്റർപ്രിറ്റീവിൽ ഏതാ വരുന്നത്? എഡ്യൂപസിൽ, ഓഡിയോ ലിംഗ്വ, ഫ്ലുവൻറ്റ് കീ, ലിറിക്സ് ട്രെയിനർ, പാഡ്ലെറ്റ്. ഇതിലേതെങ്കിലും ഓർമ്മയിൽ നിൽക്കണം 3 എണ്ണം പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഇൻ്റർപേഴ്സണൽ ഏതാ വരുന്നത്? വീൽ ഡിസൈഡ്, ഫ്ലിപ്ഗ്രിഡ്, വാട്സാപ്പ്, ഡിസ്കോഡ്. വാട്സാപ്പ് പിന്നെ നമുക്ക് ഫെമിലിയർ ആണ്, അപ്പോൾ വാട്സാപ്പ് ആദ്യം പഠിച്ചു വയ്ക്കുക. പിന്നെ ഒരു 2 എണ്ണം കൂടി അതിൻ്റെ കൂടെ പഠിച്ചു വയ്ക്കുക. ദെൻ പ്രസൻറ്റേഷണൽ, എന്തെങ്കിലും കാര്യം പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബയോഡാറ്റ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം, ഇൻവിറ്റേഷൻ കാർഡ്, എന്തെങ്കിലും കാര്യം പ്രസൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. ക്യാൻവ ആപ്പൊക്കെ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലേ? ദെൻ പ്രസി, ക്യാൻവ, ബ്ലോഗ്സ്, പോഡ്കാസ്റ്റ്, സ്റ്റോറി മാപ്സ്. അതിലും ഏതെങ്കിലും 3 എണ്ണം പഠിച്ചു വയ്ക്കാനായിട്ട് നോക്കുക. ഇതിൽ 3 ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടേബിളിൽ 3 എണ്ണെങ്കിലും ഒരെണ്ണത്തിൽ പഠിച്ചു വയ്ക്കാനായിട്ട് നോക്കുക കേട്ടോ. ദെൻ പ്രിൻറ്റ് ആൻഡ് പബ്ലിക്കേഷൻ. ഇതിൽ മെയിനായിട്ടും വരുന്നത് വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് ആണ്. വുഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൽ എന്താ വരുന്നത്? വാസ് ഡെവലപ്ഡ് ഇൻ ചൈന. അപ്പോൾ എവിടെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ചൈനയിലാണ് വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദിസ് ഇൻവോൾവ്സ് കാർവിംഗ് ആൻ ഇമേജ് ഓർ ടെക്സ്റ്റ് ഇൻ ടു വുഡൻ ബ്ലോക്ക്, ഇങ്കിങ് ഇറ്റ് ആൻഡ് പ്രസിങ് ഇറ്റ് ഓൺ ദി പേപ്പർ. കാർവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊത്തിപ്പണിയാന്നൊക്കെ പറയില്ലേ, അതാണ് കാർവിംഗ്. അങ്ങനെ ഒരു മരക്കഷ്ണത്തിൽ ഇങ്ങനെയുള്ള ടെക്സ്റ്റ് എന്താണോ വേണ്ടത്, ടെക്സ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇമേജ് ആയിക്കോട്ടെ, എന്താണോ വേണ്ടത് അതിങ്ങനെ കുത്തിപ്പണി
പണിതിട്ട് അതിൽ ഇങ്ക് ആഡ് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് പേപ്പറിലേക്ക് മാറ്റുന്ന ഒരു പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഡെവലപ്ഡ് ഇൻ ചൈന. ഇമ്പോർട്ടൻ്റ് ആണ്. Then, in 19th century, the invention of lithography by Alois Senfelder. Important ആണ്. ആരാണ് ലിത്തോഗ്രഫി ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്? അലോയ്സ് സെൻഫെൽഡർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തന്നെ പറഞ്ഞു പഠിച്ചോ. ലിത്തോഗ്രഫി ഇൻവെൻറ്റഡ് ബൈ അലോയ്സ് സെൻഫെൽഡർ. എനേബിൾഡ് പ്രിൻറ്റിംഗ് ഓഫ് ഹൈ ക്വാളിറ്റി ഇമേജസ് ആൻഡ് ടെക്സ്റ്റ് യൂസിങ് എ ഫ്ലാറ്റ് സ്റ്റോൺ ഓർ മെറ്റൽ പ്ലേറ്റ്. ഒരു പരന്ന കല്ലോ അല്ലെങ്കിൽ മെറ്റൽ പ്ലേറ്റോ യൂസ് ചെയ്തുകൊണ്ട് നല്ല ഹൈ ക്വാളിറ്റി ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ എനേബിൾ ആയിട്ടുള്ള ലിത്തോഗ്രഫി ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്? അലോയ്സ് സെൻഫെൽഡർ. Then, lithography is based on the principle that water and oil do not mix. അതായത് വെള്ളവും എണ്ണയും ചേരില്ല എന്ന പ്രിൻസിപ്പിളായിട്ടാണ് ലിത്തോഗ്രഫി ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. ലിത്തോഗ്രഫീൻ്റെ പ്രിൻസിപ്പിളും 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്സ് ആയിട്ട് വാട്ട് ഇസ് ലിത്തോഗ്രഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 പോയിന്റ്സ് എഴുതാനായിട്ട് ശ്രമിക്കണം. നമ്മൾ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ദി ഇമേജ് ഇസ് ഫസ്റ്റ് ട്രാൻസ്ഫേർഡ് ഇൻ ടു എ ഫ്ലാറ്റ് സർഫേസ്, ടിപ്പിക്കലി എ മെറ്റൽ പ്ലേറ്റ്. അതായത് ഇമേജ് ആദ്യം എന്ത് ചെയ്യും? ഒരു മെറ്റൽ സർഫസിലേക്ക് അല്ലെങ്കിൽ മെറ്റൽ പ്ലേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ ദി സർഫസ് ഇസ് ദെൻ കോട്ടഡ് വിത്ത് എ മിക്സ്ചർ ഓഫ് ഗം അറബിക് ആൻഡ് നൈട്രിക് ആസിഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് വാട്ടർ റിപ്പല്ലൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്? വാട്ടർ റിപ്പല്ലൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? വെള്ളം തട്ടിയാലും ഒന്നും സംഭവിക്കില്ല. അതായത് വെള്ളം തട്ടിയാലും അതിന് നനവോ കേടുപാടുകളോ ഒന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ ആ ഇമേജിനെ സ്ട്രോങ് ആൻഡ് ഫേം ആക്കി മാറ്റുന്നത് ഏത് 2 മെറ്റീരിയലാണ്? ഗം അറബിക്, നൈട്രിക് ആസിഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഗം അറബിക്, നൈട്രിക് ആസിഡ്. Then, ink is then applied to the surface which adheres to the image but not the surrounding areas. The surface is then dampened with water absorbed by non-image areas. The ink is then transferred onto the paper. Lithography was particularly important in the 19th century. അപ്പോൾ ഇതും ക്വസ്റ്റ്യൻ വരാം. ലിത്തോഗ്രഫി പർട്ടിക്കുലർലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് ഏത് സെഞ്ചുറിയിലായിരുന്നു? 19th സെഞ്ചുറിയിലായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് പഠിച്ചു വയ്ക്കുക. എന്താണ്? ഫസ്റ്റ് ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ വാട്ടർ ആൻഡ് ഓയിൽ ഡു നോട്ട് മിക്സ് ആണ്. അതായത് വെള്ളവും എണ്ണയും ചേരില്ല എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളിലാണ് ലിത്തോഗ്രഫി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഒരു ഫ്ലാറ്റ് സർഫസിലേക്ക് മാറ്റും. അതിനുശേഷം ആ ഫ്ലാറ്റ് സർഫസിലേക്ക് എന്ത് മിക്സ്ചർ ആഡ് ചെയ്യും? ഗം അറബിക് ആൻഡ് നൈട്രിക് ആസിഡിൻ്റെ മിക്സ്ചർ വെച്ച് കോട്ട് ചെയ്യും. അങ്ങനെ കോട്ട് ചെയ്യുന്നതിനോടുള്ള ഉപകാരം എന്താണ്? ആ ഇമേജ് വാട്ടർ റിപ്പല്ലൻ്റ് ആവും. ദെൻ ഇങ്ക് ആഡ് ചെയ്യും. ഇങ്ക് ആഡ് ചെയ്യുമ്പോൾ എവിടെയാണ് ആഡ് ചെയ്യുക? ഇമേജിലോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ടെക്സ്റ്റിലോ ആഡ് ചെയ്യും. പക്ഷേ സറൗണ്ടിങ് ഏരിയാസിൽ ആഡ് ചെയ്യില്ല. സറൗണ്ടിങ് ഏരിയാസിൽ നമുക്ക് വേണ്ടല്ലോ, അതൊരു അഭംഗിയല്ലേ ആ ഒരു ഇങ്ക് വരുമ്പോൾ. സറൗണ്ടിങ് ഏരിയാസിൽ ഇങ്ക് വരുമ്പോൾ ഇമേജ് ഇല്ലാത്തടത്ത്. ദി സർഫസ് ഇസ് ദെൻ ഡാമ്പൻഡ് വിത്ത് വാട്ടർ അബ്സോർബ്ഡ് ബൈ നോൺ ഇമേജ് ഏരിയാസ്. ദി ഇങ്ക് ഇസ് ദെൻ ട്രാൻസ്ഫേർഡ് ഓൺ ടു ദി പേപ്പർ. ദെൻ അപ്പോൾ അത്രയും സ്റ്റെപ്സ് ആണ് എന്തിൽ വരുന്നത്? ലിത്തോഗ്രഫിയിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ദി ഇൻവെൻഷൻ ഓഫ് ലിത്തോഗ്രഫി ഓൾസോ ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ ദി ആർട്ട് വേൾഡ്. ഇറ്റ് അലൗഡ് ആർട്ടിസ്റ്റ് ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി പ്രിൻറ്റ്സ് അറ്റ് ലോവർ കോസ്റ്റ്. ലോവർ കോസ്റ്റിൽ ഹൈ ക്വാളിറ്റി പ്രിൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ ആർട്ടിസ്റ്റുകളെ സഹായിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? ലിത്തോഗ്രഫി ഇൻവെൻറ്റഡ് ബൈ അലോയ്സ് സെൻഫെൽഡർ. ദെൻ ടെക്നോളജി ഈസ് യൂസ്ഡ് ഇൻ പ്രിൻറ്റ് ആൻഡ് പബ്ലിക്കേഷൻ. ഏതൊക്കെ പബ്ലിക്കേഷൻസ് ആണ്, ഏതൊക്കെ പ്രിൻറ്റിംഗ് ആണുള്ളത്? ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങും ഉണ്ട്, അതേപോലെ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റിങ്ങും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഓഫ്സെറ്റ് പ്രിൻറ്റിങ് നോക്കാം. ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിനെ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം കേട്ടോ. ചിലപ്പോൾ ഒരു എസ്സേ വരെ പ്രതീക്ഷിക്കാം. ഏത്? ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ഇസ് ദി മോസ്റ്റ് കോമൺ ഫോം യൂസ്ഡ് ഫോർ ബുക്സ്, magazines and other printed materials. It is widely used printing technique that has been used since in the early 20th century. Early 20th centuryയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രിൻറ്റിംഗ് മെത്തേഡ് ഏതാണ്? ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ദി ട്രാൻസ്ഫർ ഓഫ് ഇങ്ക് ഫ്രം എ പർട്ടിക്കുലർ from a printing plate to a rubber blanket which then applied the ink to the printing surface. അതായത് പ്രിൻറ്റിംഗ് പ്ലേറ്റിൽ നിന്നും റബ്ബർ ബ്ലാങ്കറ്റിലേക്ക് ആദ്യം എന്ത് ചെയ്യും? ഇങ്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം ഈ റബ്ബർ ബ്ലാങ്കറ്റിൽ നിന്നും വീണ്ടും പ്രിൻറ്റിംഗ് സർഫസിലേക്ക് ഇങ്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ 3 സ്റ്റെപ്പാണ്, അതായത് 3 ഭാഗങ്ങളാണ് ഈ ഒരു ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിൽ വരുന്നത്. പ്രിൻറ്റിംഗ് പ്ലേറ്റിൽ നിന്നും റബ്ബർ ബ്ലാങ്കറ്റിലേക്ക്, റബ്ബർ ബ്ലാങ്കറ്റിൽ നിന്നും പ്രിൻറ്റിംഗ് സർഫസിലേക്ക്. ദി പ്രോസസ് ഇസ് കോൾഡ് ഓഫ്സെറ്റ് ബിക്കോസ് ദി ഇങ്ക് ഇസ് നോട്ട് ഡയറക്ട്ലി ട്രാൻസ്ഫേർഡ്. അതായത് ഇങ്ക് പ്രിൻറ്റിംഗ് പ്ലേറ്റിൽ നിന്നും പ്രിൻറ്റിംഗ് സർഫസിലേക്ക് ഡയറക്റ്റ് പാസ് ചെയ്യുന്നതല്ലല്ലോ. അതുകൊണ്ടാണ് അതിന് ഓഫ്സെറ്റ് എന്ന പേര് വരാൻ തന്നെ കാരണം എന്നാണ് പറയുന്നത്. അതിന് നടുക്കിൽ എന്തുണ്ട്? റബ്ബർ ബ്ലാങ്കറ്റ് ഉണ്ട്. നോട്ട് ചെയ്ത് വെക്കാം. ദെൻ
The traditional offset printing process involves the following steps. Traditional offset printing പ്രോസസ്സിൽ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഉണ്ടായിരുന്നിട്ടുള്ളത്? ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. പ്രീ പ്രസ്, അതായത് പ്രസ് ചെയ്യുന്നതിന് മുന്നേ പ്രീ പ്രസ്. ദിസ് ഈസ് ദി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്രിൻറ്റിംഗ് പ്രോസസ്സ്. ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്രിൻറ്റിംഗ് പ്രോസസ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രീ പ്രസ് എഴുതണം. അത് രണ്ടിലും സെയിം ആണ്. ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിലായാലും ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിലായാലും ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്രിൻറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രീ പ്രസ് ആണ്. ദിസ് മേ ഇൻവോൾവ് ദി പ്രിപ്പറേഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്ലേറ്റ്സ്, സെലക്ഷൻ ഓഫ് പേപ്പർ സ്റ്റോക്ക് ആൻഡ് ഇങ്ക്. എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? പ്രിപ്പറേഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്ലേറ്റ്സ്, സെലക്ഷൻ ഓഫ് പേപ്പർ സ്റ്റോക്ക് ആൻഡ് ഇങ്ക്. പ്രിൻറ്റിംഗ് പ്ലേറ്റ്സ്. ഇനി എന്താണ് പ്രിൻറ്റിംഗ് പ്ലേറ്റ്സ്? ദ ഡിസൈൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി പ്രിൻറ്റിംഗ് പ്ലേറ്റ്സ് വിച്ച് ആർ ടിപ്പിക്കലി മെയ്ഡ് ഓഫ് അലുമിനിയം ഓർ പ്ലാസ്റ്റിക്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻറ്റിംഗ് പ്ലേറ്റ്സ് എന്ത് വെച്ചിട്ടാണ് യൂസ് ചെയ്തിരുന്നത്? അലുമിനിയം ഓർ പ്ലാസ്റ്റിക്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. ഈച്ച് പ്ലേറ്റ് കറസ്പോണ്ട്സ് ടു വൺ കളർ ഓഫ് ഇങ്ക്. അതായത് ഒരു പ്ലേറ്റിൽ ഒരു കളർ ഇങ്ക് മാത്രമേ പറ്റുണ്ടായിരുന്നുള്ളൂ. അതായത് 4 ഇങ്ക് വേണം, 4 കളറിൽ വേണം എന്നുണ്ടെങ്കിൽ 4 പ്ലേറ്റ് യൂസ് ചെയ്യണം. അങ്ങനെയായിരുന്നു ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത്. ദെൻ ink and fountain solution. Ink is applied to the printing plates. A fountain solution is applied to the non-image areas which helps to repel the ink. അതായത് നോൺ ഇമേജ് ഏരിയാസിൽ, ഇമേജ് ഇല്ലാത്ത ഏരിയാസിൽ എന്ത് ചെയ്യും? ഒരു ഫൗണ്ടൈൻ സൊല്യൂഷൻ ഒഴിക്കും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ ഇങ്ക് അവിടെ ഒന്നും പതിക്കാതെ ഇമേജിൽ മാത്രം പതിച്ച് നീറ്റായിട്ട് കിട്ടാൻ സഹായിക്കും. ദെൻ പ്രിൻറ്റിംഗ്. Applies pressure to transfer the ink from the plates to a rubber blanket, then transfer the ink to the paper. It can produce high quality prints at a relatively lower cost and can produce a wide range of colors. കുറേ അധികം കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി പ്രിൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും അതും ലോവർ കോസ്റ്റിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ടായിരുന്നു? ഓഫ്സെറ്റ് പ്രിൻറ്റിങ് സഹായിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ ബൾക്ക് ഓർഡേഴ്സ് ആണെങ്കിൽ മാത്രം, അതായത് ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിന് ഒരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ട്, ഇത്ര മിനിമം ക്വാണ്ടിറ്റി വെച്ചാലാണ് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആ ഒരു കണ്ടീഷൻ ഏതിനുണ്ട്? ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിനുണ്ട്. പക്ഷേ ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൽ അതില്ല. നമ്മൾ ഇപ്പോൾ ഒരു കോപ്പി ആണെങ്കിൽ നമുക്ക് ആ ഒരു കോപ്പി എടുത്ത് വരാം, ഒരു പ്രിൻ്റ് എടുത്ത് വരാം, അങ്ങനെയല്ല ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൽ. പക്ഷേ ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിൽ മിനിമം ഒരു ക്വാണ്ടിറ്റി, ഇത്ര ക്വാണ്ടിറ്റി എങ്കിലും വെക്കണം, എന്നാലേ പ്രിൻറ്റ് ചെയ്ത് കിട്ടൂ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ദെൻ digital printing. Digital printing involves direct transferring of files on a printing substrate such as paper using printers. Printers യൂസ് ചെയ്തിട്ട് പേപ്പറിലോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാർഡ്ബോർഡിലോ എന്തിലാണെങ്കിലും അത് പ്രിൻറ്റ് ചെയ്ത് ഡയറക്റ്റ് ട്രാൻസ്ഫർ ആണ്. മറ്റേതിൽ എന്താണ്? ഓഫ്സെറ്റിൽ എന്താണ്? ആദ്യം പ്രിൻറ്റിംഗ് പ്ലേറ്റ്, പിന്നെ റബ്ബർ ബ്ലാങ്കറ്റ്, പിന്നെ പ്രിൻറ്റിംഗ് സർഫസ്, അങ്ങനെ കുറേ അധികം സ്റ്റെപ്സ് ആണ് ഓഫ്സെറ്റിൽ. പക്ഷേ ഡയറക്റ്റ് ട്രാൻസ്ഫർ ആണ് ഏതിൽ? ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൽ. ഡിജിറ്റൽ പ്രിൻറ്റിംഗ് പ്രോസസ് ഇൻവോൾവ്സ് ദി ഫോളോയിങ് സ്റ്റെപ്സ്. അതിലും ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിയാൽ പ്രീ പ്രസ് ആണ്. പക്ഷേ പോയിന്റ്സ് വ്യത്യാസമുണ്ട്. സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രീ പ്രസ് തന്നെയാണ്. First step is creating a digital file by scanning a physical image. The file is then edited and prepared for printing. ആദ്യം ആ ഒരു ഇമേജ് ഡിജിറ്റൽ ഫയലിലുള്ളത് എന്ത് ചെയ്യും? സ്കാൻ ചെയ്യും, then എഡിറ്റ് ചെയ്യും, prepared for printing. ഇനി പ്രിൻറ്റിംഗ്. ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൽ എങ്ങനെയാണ്? ദി ഡിജിറ്റൽ ഫയൽ ഇസ് സെൻറ്റ് ടു എ ഡിജിറ്റൽ പ്രിൻറ്റർ വിച്ച് പ്രിൻറ്റ്സ് ദി ഇമേജ് ഡയറക്ട്ലി ഓൺ ദി പേപ്പർ. ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ടെക്നോളജി ഇൻക്ലൂഡ്സ് ഇങ്ക് ജെറ്റ്, ലേസർ, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിൻറ്റിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ടെക്നോളജിയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ഇങ്ക് ജെറ്റ്, ലേസർ, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിൻറ്റിംഗ്. ഇങ്ക് ജെറ്റ്, ലേസർ, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിൻറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഫിനിഷിംഗ്. ലാസ്റ്റ് സ്റ്റെപ്പ് ആണല്ലോ ഫിനിഷിംഗ്. ആഫ്റ്റർ പ്രിൻറ്റിംഗ് ദി സബ്സ്ട്രേറ്റ്, അത് പേപ്പർ ആവാം, കാർഡ്ബോർഡ് ആവാം, എന്തും ആവാം, അതാണ് ബ്രാക്കറ്റിൽ പേപ്പർ എന്ന് കൊടുത്തിരിക്കുന്നത്, മേ അണ്ടർഗോ ഫിനിഷിംഗ് പ്രോസസ്സസ് സച്ച് ആസ് കട്ടിംഗ്, ബൈൻഡിങ്, ലാമിനേറ്റിംഗ് എക്സെട്ര. കട്ട് ചെയ്യേണ്ടതാണെങ്കിൽ കട്ട് ചെയ്യണം, ബൈൻഡ് ചെയ്യേണ്ടതാണെങ്കിൽ ബൈൻഡ് ചെയ്ത്, ലാമിനേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ലാമിനേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഫിനിഷിംഗ് എന്ന് പറയുന്നത്. ദെൻ digital printing offers several advantages over traditional printing methods which include, അതായത് ഇങ്ങനെയുള്ള ട്രഡീഷണൽ പ്രിൻറ്റിംഗ് മെത്തേഡ്സിനേക്കാളും ഇപ്പോൾ ഉള്ള ഡിജിറ്റൽ പ്രിൻറ്റിംഗ് മെത്തേഡ്സിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീഡ്. ഫസ്റ്റ് വൺ സ്പീഡ്. പിന്നെ സെക്കൻഡ് വൺ എന്താണ്? കോസ്റ്റ് എഫക്റ്റീവ്നെസ്. തേർഡ് വൺ എന്താണ്? കസ്റ്റമൈസേഷൻ. ഫോർത്ത് വൺ ക്വാളിറ്റി.
അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് എന്തിനുള്ളത്, ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിന് ഓവർ ട്രഡീഷണൽ പ്രിൻറ്റിംഗ് മെത്തേഡ്സിനേക്കാളും ഉള്ള അഡ്വാൻറ്റേജസ്. സ്പീഡിൻ്റെ കാര്യത്തിൽ എന്താണ്, നോ നീഡ് ഓഫ് പ്രിൻറ്റിംഗ് പ്ലേറ്റ്സ്. അവിടെ എന്താണ്, പ്രിൻറ്റിംഗ് പ്ലേറ്റ്സ് ഇല്ല, പിന്നെ റബ്ബർ ബ്ലാങ്കറ്റ് ഇല്ല, ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൻ്റെ കാര്യം പറയണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സ്റ്റെപ്പൊക്കെ അവിടെ കുറഞ്ഞു കിട്ടാണ്, അങ്ങനെ സ്പീഡ് കൂടിക്കിട്ടാണ്. ദെൻ കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ദർ ഇസ് നോ മിനിമം ഓർഡർ ക്വാണ്ടിറ്റീസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓഫ്സെറ്റിൽ ഒരു മിനിമം ക്വാണ്ടിറ്റി വെച്ചാലാണ് എന്ത് ചെയ്യുള്ളൂ, പ്രിൻറ്റ് ചെയ്തെടുക്കുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. പക്ഷേ ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൽ അങ്ങനെ ഒരു മിനിമം ക്വാണ്ടിറ്റി ഇത്ര വെച്ചാലേ പ്രിൻറ്റ് ചെയ്ത് തരുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനൊന്നുമില്ല. ദെൻ കസ്റ്റമൈസേഷൻ, നമുക്ക് വേണ്ടിയതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത രീതിയിൽ എന്ത് ചെയ്യും, നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ദെൻ ക്വാളിറ്റി, ഇംപ്രൂവ്ഡ് പ്രിൻറ്റ് ക്വാളിറ്റി വിത്ത് ദി എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് എ വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സ് അവിടെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ എന്താണ്, ഒരു പ്ലേറ്റിൽ, ഒരു മെറ്റൽ പ്ലേറ്റിൽ ഒരു ഇങ്ക് എന്നുള്ള രൂപത്തിലായിരുന്നു. ഇവിടെ അങ്ങനെയുള്ള കണ്ടീഷനൊന്നുമില്ല. ദെൻ ഡിജിറ്റൽ ആൻഡ് ഓഫ്സെറ്റ് പ്രിൻറ്റിങ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒരു 2 മാർക്സിനായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിജിറ്റൽ പ്രിൻറ്റിങ്ങും ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്താണ്, ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൽ വരുന്ന പോയിൻറ്റ്സ് എന്താണ്, സ്യൂട്ടഡ് ഫോർ ഷോർട്ട് ഓർ മീഡിയം പ്രിൻറ്റ് റൺസ് അല്ലേ. നമുക്ക് ഇപ്പോൾ ഒരു കോപ്പി ആണെങ്കിലും ഒരു പ്രിൻ്റ് ആണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൽ. ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിലോ ഐഡിയൽ ഫോർ ലാർജർ വോളിയം പ്രിൻറ്റിങ്. ലാർജർ വോളിയം പ്രിൻറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഏത് നമുക്ക് പ്രിഫർ ചെയ്യാം, ഓഫ്സെറ്റ് പ്രിൻറ്റിങ് പ്രിഫർ ചെയ്യാം. കാരണം അത്രയും ബൾക്ക് ലാർജ് ഓർഡറിൽ വരുമ്പോൾ അതിനെന്ത് ചെയ്യും, പ്രൈസ് കുറഞ്ഞ് കിട്ടും. ഓക്കെ, ഒരു കോപ്പി അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞിരിക്കുന്ന മിനിമം കോപ്പി വയ്ക്കുന്നതിനേക്കാളും കുറേ ഓർഡേഴ്സ് വരുമ്പോൾ ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിൽ പ്രൈസ് കുറഞ്ഞ് കിട്ടും. ദെൻ ലെസ് സെറ്റപ്പ് ടൈം, ശരിയല്ല, നമ്മൾ ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിൽ എന്താണ്, പ്രിൻറ്റിംഗ് പ്ലേറ്റ്, റബ്ബർ ബ്ലാങ്കറ്റ്, അങ്ങനെ കുറേ അധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതിൽ അതൊന്നും ഇല്ലല്ലോ. ലെസ് സെറ്റപ്പ് ടൈം. ഓഫ്സെറ്റിൽ എന്താണ്, ലോങ്ങർ സെറ്റപ്പ് ടൈം ആൻഡ് ഇങ്ക് ഡ്രൈയിങ് ടൈം. ദെൻ ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിൽ ചീപ്പർ ഫോർ ലോ വോളിയം പ്രിൻറ്റിങ്. ലോ വോളിയം പ്രിൻറ്റിംഗ് ആണെങ്കിൽ ചീപ്പറാണ്, അതായത് കുറച്ചേ പ്രിൻ്റ് എടുക്കാനുള്ളൂ എങ്കിൽ ഏതാണ് ബെറ്റർ ആയിട്ടുള്ളത്, ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ആണ് ബെറ്റർ ആയിട്ടുള്ളത്. ഇനി ഓഫ്സെറ്റിൽ വരുന്ന പോയിൻറ്റ്സ് എന്താണ്, ലോങ്ങർ സെറ്റപ്പ് ടൈം ആൻഡ് ഇങ്ക് ഡ്രൈയിങ് ടൈം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പ്രൈസ് ഗോസ് ഡൗൺ അറ്റ് ഹയർ വോളിയം, ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രൈസ് ഗോസ് ഡൗൺ, അതായത് പ്രൈസ് അത്രയും കുറയുമെന്ന്, അത്രയും ലാർജ് വോളിയത്തിൽ എടുക്കുമ്പോൾ പ്രൈസ് അത്രയും കുറഞ്ഞ് കിട്ടും ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിൽ. Then electronic books, readers can access their e-books virtually anywhere anytime as long as they have an internet connection. E-books also offer a range of interactive features not available in print books. E-books can be customized, readers can adjust the font size and font type. Republishing process involves the following steps. അതായത് ഇലക്ട്രോണിക് ബുക്സിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിവേർ എനി ടൈം, എവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും വായിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. നമ്മളടുത്ത് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബുക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ബുക്സ് ആണ് കേട്ടോ. ദെൻ അതിൽ എന്തുണ്ട്, ഇൻ്ററാക്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഏതൊക്കെ ടൈപ്പ് ബുക്സാണ് നമുക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫോണ്ട് സൈസും ഫോണ്ട് ഷേപ്പും എല്ലാം, ഫോണ്ട് ടൈപ്പും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാനുള്ള ഓപ്ഷനും ഏതിലുണ്ട്, ഈ ബുക്സിൽ അവൈലബിൾ ആണ്. ദെൻ റീപബ്ലിഷിംഗ് പ്രോസസ് ഇൻവോൾവ്സ് ദി ഫോളോയിങ് സ്റ്റെപ്സ്. ഏതൊക്കെ സ്റ്റെപ്സ് ആണ് പബ്ലിഷിങ്ങിലുള്ളത്? ഫസ്റ്റ് വൺ, കണ്ടന്റ് ക്രിയേഷൻ, ക്രിയേറ്റിംഗ് ഡിജിറ്റൽ കണ്ടന്റ് ഇൻക്ലൂഡിംഗ് റൈറ്റിംഗ്, എഡിറ്റിംഗ് എക്സെട്ര. റൈറ്റിംഗ്, എഡിറ്റിംഗ് എല്ലാം വരുന്നത് ഏതിലാണ്, കണ്ടന്റ് ക്രിയേഷനിലാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഡിജിറ്റൽ കൺവേർഷൻ. ഡിജിറ്റൽ കൺവേർഷനിലാണ് PDF, EPUB മൊബൈലിലേക്ക് സജസ് ആ ഒരു ഫോർമാറ്റ്സിലേക്ക് മാറ്റുന്നത്. PDF ഫുൾ ഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷനിൽ എന്താണ്, ഈ ബുക്ക് സ്റ്റോഴ്സിലേക്കോ വെബ്സൈറ്റ്സിലേക്കോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്കോ നമ്മുടെ വർക്ക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദെൻ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഓൺലൈൻ അഡ്വർടൈസിംഗും ഉണ്ട്, സോഷ്യൽ മീഡിയ പ്രൊമോഷനും ഉണ്ട്, പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇ പബ്ലിഷിംഗ് ഹാസ് സെവറൽ അഡ്വാൻറ്റേജസ് ഓവർ പ്രിൻറ്റ് പബ്ലിഷിംഗ്. പ്രിൻറ്റ് പബ്ലിഷിങ്ങിനേക്കാളും ഇ പബ്ലിഷിങ്ങിന് സെവറൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്താണ്, ഫസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ്നെസ്, അതായത് ഇങ്ങനെയുള്ള ഫിസിക്കൽ കോപ്പീസ് വെക്കാനുള്ളൊരു റൂം വേണ്ട, അതേപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് വേണ്ട, പ്രിൻറ്റിംഗ് ചാർജ് വേണ്ട, ഇതെല്ലാം എഫക്റ്റീവാണ്. സോ ലോവർ പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഹയർ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എന്ത് സഹായിക്കും, ഈ ബുക്സ് സഹായിക്കും. ദെൻ കൺവീനിയൻസ്, എനി ടൈം എനിവർ, അതാണ് കൺവീനിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ആക്സസിബിലിറ്റി, ഡിസബിലിറ്റീസ് ഹു മേ, അതായത് ഇൻക്ലൂഡിംഗ് റീഡേഴ്സ് വിത്ത് ഡിസബിലിറ്റീസ് ഹു മേ റിക്വയർ സ്പെഷ്യലൈസ്ഡ് റീഡിംഗ് ഡിവൈസസ്. പല ആൾക്കാർക്കും വായിക്കാനുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അവർക്ക് സ്പെഷ്യലൈസ്ഡ് ഡിവൈസസ് വേണ്ടി വരും. അങ്ങനെയുള്ളവർക്കെല്ലാം കൺവീനിയൻ്റ് ആണ്, ആക്സസിബിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഈ ബുക്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻ്ററാക്ടിവിറ്റി, ഇൻ്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷനും എന്തിൽ അവൈലബിൾ ആണ്, ഈ ബുക്സിൽ അവൈലബിൾ ആണ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഹൈപ്പർ ലിങ്ക്സ്, മൾട്ടിമീഡിയ, സോഷ്യൽ മീഡിയ ഇൻറ്റഗ്രേഷൻ, എൻഹാൻസിങ് ദി റീഡേഴ്സ് എക്സ്പീരിയൻസ് എക്സെട്ര. ദെൻ
ഇതെല്ലാം എന്താണ് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബുക്സ് എന്ന് പറഞ്ഞിട്ട് ലോ അപ്ഡേറ്റ് കോസ്റ്റ്, മൾട്ടിമീഡിയ ഫോർമാറ്റ്, സെർച്ചബിൾ, കൺവീനിയൻസ്, പോർട്ടബിലിറ്റി, ലെസ് സ്പേസ്, പ്രിന്റ് ഓൺ ഡിമാൻഡ്, ഇന്ററാക്ടിവിറ്റി, പേഴ്സണലൈസേഷൻ, നോ ഷിപ്പിംഗ് കോസ്റ്റ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 5 പോയിന്റെങ്കിലും പഠിച്ചു വെക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇമ്പാക്റ്റ് ഓഫ് പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ. പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ വന്നതോട് കൂടിയിട്ട് എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ്, സ്പ്രെഡിങ് ന്യൂസ്, ഇൻഫോർമേഷൻ ഇതിലെല്ലാം ഒരു ഇമ്പാക്റ്റ്, ഒരു ക്രിട്ടിക്കൽ റോൾ തന്നെ ആര് പ്ലേ ചെയ്തിട്ടുണ്ട്? പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷനിലൂടെ സാധ്യമായിട്ടുണ്ട്. ദെൻ പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ ഓൾസോ ഫേസസ് ചലഞ്ചസ് ഇൻ ദി ഡിജിറ്റൽ ഏജ്. അതായത് ഡിജിറ്റൽ ഏജിൽ പ്രിന്റ് ചെയ്ത ബുക്സ് ഒന്നും ആരും വാങ്ങാത്ത രീതിയിലേക്ക് വരെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ അവർ ആ ഒരു രീതിയിലുള്ള ചലഞ്ചസ് അവർ നേരിടുന്നുണ്ട്. ദെൻ ടെക്നോളജി ഇൻ ദി കറൻറ്റ് ലാംഗ്വേജസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ ടെക്നോളജി, ഏതൊക്കെ ലേണിംഗ് ആപ്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? ആപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡൊലിംഗോ, റൊസെറ്റ സ്റ്റോൺ, ബാബൽ, മാംറൈസ്, ബുസു, പിന്നെ എന്താണ്? ഫ്ലുവൻറ്റിയോ, പിംസ്ലിയർ. ഫസ്റ്റ് വൺ ഡുവലിംഗോ. ഡുവലിംഗോയിൽ മെയിനായിട്ടും എഴുതേണ്ട പോയിന്റ്സ്, അത് ഫ്രീ ആണ്. ഒരു ഗെയിമിഫൈഡ് അപ്രോച്ചിലൂടെ, ഒരു ഗെയിം കളിക്കുന്ന രീതിയിലൂടെ നമുക്ക് ലാംഗ്വേജസ് പഠിപ്പിച്ച് തരാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 40 ലാംഗ്വേജസ്, 40 ലാംഗ്വേജസിൽ അവർ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഇൻറ്ററാക്റ്റീവ് ലെസൺസ്, ഗ്രാമർ എക്സ്പ്ലനേഷൻസ് ആൻഡ് വൊക്കാബുലറി എക്സസൈസസ്. ഈ ഒരു പോയിന്റ് എല്ലാ ആപ്സിലും എഴുതി വെച്ചോ. എല്ലാ ആപ്സിലും വരുന്ന ഒരു പോയിന്റാണ്. എന്താണ്? ഇൻറ്ററാക്റ്റീവ് ലെസൺസ്, ഗ്രാമർ എക്സ്പ്ലനേഷൻസ്, വൊക്കാബുലറി എക്സസൈസസ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. ദെൻ എത്ര ലാംഗ്വേജസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ 40 ലാംഗ്വേജസ് ആണ് ഡൊലിംഗോയിൽ. ഇനി റൊസെറ്റ സ്റ്റോണിൽ നോക്കിയാൽ 20 ലാംഗ്വേജസ് ആണ്. അത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്? സ്പീച്ച് റെക്കഗ്നേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. മറ്റേതിൽ എങ്ങനെയാണ്? ഒരു ഗെയിമിഫൈഡ് അപ്രോച്ചിലൂടെയാണ് ഡൊലിംഗോയിൽ. പക്ഷേ റൊസെറ്റ സ്റ്റോണിൽ സ്പീച്ച് റെക്കഗ്നേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് എന്ത് പഠിപ്പിക്കുന്നത്? ലാംഗ്വേജസ് പഠിപ്പിക്കുന്നത്. 20 ലാംഗ്വേജസ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. ദെൻ ഇൻക്ലൂഡ്സ് ഇൻറ്ററാക്റ്റീവ് ലെസൺസ്, ഗെയിംസ് ആൻഡ് എക്സസൈസസ്. കണ്ടോ, അതിൽ വന്നിരിക്കുന്ന സിമിലർ ആയിട്ടുള്ള പോയിൻ്റാണ്. ആ ഒരു പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. ദാറ്റ് ഈസ് ഇൻക്ലൂഡിങ് ഇൻറ്ററാക്റ്റീവ് ലെസൺസ്, ഗ്രാമർ എക്സ്പ്ലനേഷൻസ് ആൻഡ് വൊക്കാബുലറി എക്സസൈസസ്. അത് പഠിച്ചു വയ്ക്കാൻ നോക്കുക കേട്ടോ. ദെൻ ബാബലിൽ എത്ര ലാംഗ്വേജസ് ആണ്? 14 ലാംഗ്വേജസ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് എഴുതാം. പിന്നെ പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക് ഓൺ യുവർ പ്രോഗ്രസ്. നമ്മുടെ പ്രോഗ്രസ്സിൽ നമ്മൾ എത്രമാത്രം അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുള്ള പേഴ്സണലൈസ്ഡ് പ്രോഗ്രസ് ഒക്കെ നമുക്ക്, പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്സ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? ബാബലാണ്. അതേപോലെ തന്നെ ബുസുവിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാബൽ, ബുസു, ബി വെച്ചിട്ടുള്ളതെല്ലാം പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണെന്ന് പഠിച്ചു വയ്ക്കാം കേട്ടോ. ദെൻ മെമ്മറൈസിൽ എന്താണ്? വൊക്കാബുലറി ആൻഡ് ഗ്രാമർ റൂൾസ്. അതായത് മെയിനായിട്ടും ലാംഗ്വേജ് ലേണിങ്ങിനേക്കാളും വൊക്കാബുലറി ആൻഡ് ഗ്രാമർ റൂൾസ് എല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതാണ് ഏത്? മെമ്മറൈസ്. ഇറ്റ് ഓഫേഴ്സ് കോഴ്സസ് ഓവർ 20 ലാംഗ്വേജസ്. എത്ര ലാംഗ്വേജസ് ആണ്? 20 ലാംഗ്വേജസ്. റൊസെറ്റ സ്റ്റോണിലും 20 ലാംഗ്വേജസ് ആണ്. അതേപോലെ തന്നെ മെമ്മറൈസിലും 20 ലാംഗ്വേജസ് ആണ്. ദെൻ ബുസുവിൽ എത്ര ലാംഗ്വേജ് ആണ്? 12 ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് അതേപോലെ എഴുതാം. പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ബുസുവിലും അതേപോലെ തന്നെ ബാബലിലുമാണ് പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. പ്രാക്ടീസ് യുവർ സ്പീക്കിംഗ് സ്കിൽസ്. ദെൻ നെക്സ്റ്റ് വൺ ഫ്ലുവൻറ്റിയോയിൽ എന്താണ്? ഒതൻറ്റിക് വീഡിയോസ്, ന്യൂസ് ആൻഡ് TV ഷോസ്. 6 ലാംഗ്വേജേ ഉള്ളൂ. ഫ്ലുവൻറ്റിയോയിൽ 6 ലാംഗ്വേജേ ഉള്ളൂ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻറ്ററാക്റ്റീവ് ലെസൺസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ എല്ലാത്തിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് പഠിച്ചു വെക്കാൻ പറഞ്ഞില്ലേ? ആ ഒരു പോയിന്റാണത്. ദെൻ പിംസ്ലിയറിൽ 50 ലാംഗ്വേജസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ലാംഗ്വേജ് ആപ്സ് ഏതാണ്? 50 ലാംഗ്വേജസ് ആണ്. പിംസ്ലിയർ ആണ്. ദെൻ ഇൻക്ലൂഡ്സ് ഇൻറ്ററാക്റ്റീവ് ലെസൺസ് ആൻഡ് എക്സസൈസസ് ബേസ്ഡ് ഓൺ ഓഡിയോ ബേസ്ഡ് അപ്രോച്ച്. അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ഓഡിയോ ബേസ്ഡ് അപ്രോച്ചിലൂടെ ലാംഗ്വേജ് ലേൺ ചെയ്യിപ്പിക്കുന്ന ആപ്പ് ഏതാണ്? 50 ലാംഗ്വേജസ് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പ് ഏതാണ്? പിംസ്ലിയർ ആണ്. ദെൻ അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ ഒരു 5 മാർക്സിന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഈ ഒരു ടേബിൾ മൊത്തമായിട്ടൊന്നും പഠിക്കേണ്ട. എന്താണ് പഠിക്കേണ്ടത്? ഫസ്റ്റ് മംഗൂഷ് ഇംഗ്ലീഷ്, താഴെ നോക്കിയേ, മംഗൂഷ് ഇംഗ്ലീഷ് വീഡിയോ ലെസൺസും സുപ്പിക്ക് ഇംഗ്ലീഷ് കോൺവെർസേഷൻ സ്പീക്കിംഗ് പ്രാക്ടീസും ഐഫോണിലും ഐപാഡിലും മാത്രമുള്ള ഒരു സിസ്റ്റമാണ്. മറ്റേതെല്ലാതും ആൻഡ്രോയിഡിലും iOS എന്ന് പറയുന്നത് ഐഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിൽ രണ്ടിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ബാക്കി എല്ലാ ആപ്സും. പിന്നെ സ്കില്ലും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഏതൊക്കെ സ്കില്ലാണെന്നുള്ളത്. നമ്മൾ മറ്റേ പോയിന്റ്സ് ആയിട്ടുള്ള പറഞ്ഞതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. Then, social media platforms. Social media platforms are highly relevant for English language learning due to vast amount of content available in English, interacting, convenient and effective. ആ ഒരു പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. കൺവീനിയൻറ്റ് ആൻഡ് എഫക്റ്റീവ് ആണ്. ഇൻറ്ററാക്റ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ ഒരുപാട് കണ്ടന്റ് വീഡിയോസ് അവൈലബിൾ ആണ്.
സം വൈഡ്ലി യൂസ്ഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ആൻഡ് ആപ്സ്. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം. പിന്നെ ലിങ്ക്ഡ് ഇൻ എന്ന് പറയുന്നതാണ് പലർക്കും ഒരു പുതിയതായിട്ട് കേൾക്കുന്ന രീതിയിൽ ഉണ്ടാവുക. എന്താണ് ലിങ്ക്ഡ് ഇൻ? പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ്, ഫോക്കസ്ഡ് ഓൺ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ്. പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിൽ കമ്പനീസിലായിക്കോട്ടെ, ജോലിക്കാര്യത്തിനായിക്കോട്ടെ എല്ലാതും ഓപ്റ്റ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ലിങ്ക്ഡ് ഇൻ എന്ന് പറയുന്നത്. Then, messaging apps and language development. Through messaging apps, learners can easily connect with other English speakers worldwide, practice their language skills and receive immediate feedback. അല്ലേ, ഇംഗ്ലീഷ് സ്പീക്കേഴ്സിനായിട്ട് അത്രയും പ്രൊഫഷൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സ്പീക്കേഴ്സിൻ്റെ കൂടെ നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓൺലൈനിലൂടെ ലഭിക്കുകയാണ്. ദെൻ സം ഓഫ് ദി വൈഡ്ലി യൂസ്ഡ് മെസ്സേജിങ് ആപ്സ്. ഏതാണ് മെസ്സേജിങ് ആപ്സ്? വാട്സാപ്പ്, ഫേസ്ബുക്ക് മെസ്സഞ്ചർ, iMessage, WeChat, ടെലിഗ്രാം. WeChat ആണ് ഇതിൽ പിന്നെയും ഒരു പരിചയമില്ലാത്തത് അല്ലേ, ബാക്കിയെല്ലാം നമുക്ക് ഫെമിലിയർ ആണ്. WeChat പോപ്പുലർ ഇൻ ചൈന. ഇതിൽ ബാക്കിയുള്ള ഓപ്ഷൻ എല്ലാം അതേപോലെ തന്നെ വാട്സാപ്പിലും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലുമുള്ള അതേ ഓപ്ഷൻ തന്നെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു ഓപ്ഷൻ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിന് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഈ ഒരു ആപ്പിൽ, ഡെവലപ്ഡ് ഇൻ ചൈനയിൽ പോപ്പുലർ ആയിട്ടുള്ള WeChat എന്ന് പറയുന്ന ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. ഡെൻ പിന്നെ അതിൽ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഏതാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പും അതേപോലെ തന്നെ ടെലിഗ്രാമും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മെസ്സേജ് അയക്കുന്നത് പുറത്തുനിന്നുള്ള ഒരാൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അതൊരു സീക്രട്ട് കോഡിലേക്ക് മാറ്റുന്ന രീതിയാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ. എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആപ്സ് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ വരാം. ഏതൊക്കെയാണ്? വാട്സാപ്പും അതേപോലെ തന്നെ ടെലിഗ്രാമും. ദെൻ സ്പീച്ച് റെക്കഗ്നേഷൻ ആൻഡ് NLP. NLPയുടെ ഫുൾ ഫോം ചോദിക്കാം, വൺ വേർഡായിട്ട് ചോദിക്കാം. ഏതാണ്? നേച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. NLPൻ്റെ ഫുൾ ഫോം നേച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഹാവ് ഇംപ്രൂവ്ഡ് ദി ആക്യുറസി ഓഫ് വോയിസ് അസിസ്റ്റൻസ് ആൻഡ് ദി അതർ ലാംഗ്വേജ് ബേസ്ഡ് ടെക്നോളജീസ്. ദീസ് ആർ ടു ക്ലോസ്ലി റിലേറ്റഡ് ഫീൽഡ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ദാറ്റ് ഈസ് AI. ദെൻ speech recognition technology refers to the ability of machines to recognize and interpret human speech. Ability of machines to recognize and interpret human speech. Speech recognition technology is used in various applications such as voice assistance, dictation software, language translational services. അപ്പോൾ എവിടെയൊക്കെയാണ് സ്പീച്ച് റെക്കഗ്നേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻ വരാം. എവിടെയൊക്കെയാണ്? വോയിസ് അസിസ്റ്റൻസ്, ഡിക്റ്റേഷൻ സോഫ്റ്റ്വെയർ, ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ സർവീസസ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക ആ ഒരു പോയിന്റ്. പിന്നെ NLPൻ്റെ ഫുൾ ഫോമും. ദെൻ artificial intelligence, AI powered translational tools such as Google Translate and DeepL. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആൻഡ് DeepL ആണ് AI പവർ ചെയ്യുന്ന ട്രാൻസ്ലേഷണൽ ടൂൾസ്. ഇനി വിർച്വൽ അസിസ്റ്റൻസ് ഏതൊക്കെയാണ്? സിരി, അലക്സ. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ, സിരി, അലക്സ. നോട്ട് ചെയ്ത് വയ്ക്കാം. ദെൻ സൗണ്ട് ആൻഡ് മോഷൻ. സൗണ്ട് ആൻഡ് മോഷൻ റെക്കോർഡിംഗ് ഹാവ് ബീൻ യൂസ്ഡ് ഇൻ ലാംഗ്വേജ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഫോർ മെനി ഇയേഴ്സ്. റെക്കോർഡഡ് ഓഡിയോ ആൻഡ് വീഡിയോ മെറ്റീരിയൽസ് അലോസ്. അല്ലേ, ഞാനിപ്പോൾ അയക്കുന്ന വീഡിയോസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് കണ്ടു പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ സൗണ്ട് ആൻഡ് മോഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എഡ്യൂക്കേഷൻ. പിന്നെന്താണ്? ബിസിനസ് കമ്മ്യൂണിക്കേഷനിലായാലും സൗണ്ട് ആൻഡ് മോഷൻ ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, റെക്കോർഡഡ് പ്രസൻറ്റേഷൻ ആൻഡ് വെബിനാർസ് ക്യാൻ ബി ഷെയർഡ് ബൈ colleagues and clients who were not able to attend in person. In conclusion, sound and motion recording systems are valuable tools for language communication. They can be used for sound and motion. എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്, ഒരു 2 മാർക്സ് ആയിട്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക, എളുപ്പമാണ്. എന്താണ്? ലാംഗ്വേജ് ടീച്ചിങ്, ലാംഗ്വേജ് ലേണിംഗ്, ലാംഗ്വേജ് പ്രിസർവേഷൻ, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് സ്പീക്കിംഗ്, ബ്രോഡ്കാസ്റ്റിംഗ്. ഇതിൽ ഏതെങ്കിലും ഒരു 3-4 പോയിന്റ് പഠിച്ചു വെക്കാനായിട്ട് നോക്കുക. സോ യൂണിറ്റ് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് യൂണിറ്റ് 2. യൂണിറ്റ് 2, ദി ഇൻ്റർസെക്ഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ടെക്നോളജി. എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി. ഈ ഒരു സ്ലൈഡിൽ മെയിനായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒരു വൺ വേർഡ് ആണ്. ഏതാണ്? ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ, ദി അൽറ്റെയർ 8800. ദി അൽറ്റെയർ 8800 പറഞ്ഞു പഠിക്കുക. ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ ആൻഡ് 1 മാർക്കിനായിട്ട് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്താണ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, അതും 2 മാർക്സ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. പേഴ്സണൽ കമ്പ്യൂട്ടർ, ദി പേഴ്സണൽ കമ്പ്യൂട്ടർ റെവല്യൂഷനൈസ്ഡ് ദി വേ പീപ്പിൾ വർക്ക്, കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ആക്സസ് ഇൻഫർമേഷൻ. ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ്? ദി അൽറ്റെയർ 8800. Then cloud computing. Cloud computing has made it possible for people to store, access and share data and applications online. Data and applications, നമുക്ക് എന്തെങ്കിലും ഡാറ്റാസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിലും അതേപോലെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ഒരു ആക്സസിബിലിറ്റി തരുന്നത് ഏതാണ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്.
Then, artificial intelligence is a rapidly developing field that has the potential to revolutionize many industries. Examples of AI applications includes virtual assistants such as Siri, Alexa. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞല്ലേ ഇത് Siri, Alexa, സെൽഫ് ഡ്രൈവിംഗ് കാർസ്, ഫേഷ്യൽ റെക്കഗ്നേഷൻ ടെക്നോളജി. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് AI ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, എക്സാമ്പിൾസ് ഓഫ് AI ആപ്ലിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നും എഴുതണം. ഏതൊക്കെയാണ്? വിർച്വൽ അസിസ്റ്റൻസ്, Siri, Alexa, സെൽഫ് ഡ്രൈവിംഗ് കാർസ്, ഫേഷ്യൽ റെക്കഗ്നേഷൻ ടെക്നോളജി. ഇനി എമോട്ടിക്കോൺസും ഇമോജീസും നമ്മൾ കുറേ വട്ടം ഡിസ്കസ് ചെയ്തതാണ് ഇത് പല വീഡിയോസിലായിട്ട്. എമോട്ടിക്കോൺസ് എന്താണ്? കോമ്പിനേഷൻസ് ഓഫ് കീബോർഡ് ക്യാരക്ടേഴ്സ്. കീബോർഡിലുള്ള കുറേ അധികം സിമ്പിൾസ്, നമ്പേഴ്സ്, ലെറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഓരോ സിമ്പിൾസ് ഉണ്ടാക്കും, ഓരോ ഫേഷ്യൽ എക്സ്പ്രഷൻസ് പോലെ ഉണ്ടാക്കുന്നതാണ് ഏത്? എമോട്ടിക്കോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് എക്സാമ്പിളാണ് പേജ് നമ്പർ 158 നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു എണ്ണം തന്നിട്ട് ഇത് എന്തിനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക കേട്ടോ. ദെൻ ഇമോജീസ് നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്താ, നമ്മളിപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ മെയിനായിട്ടും നോക്കേണ്ടത് അതെവിടെയാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളത്. എവിടെയാണ്? ജപ്പാനിലാണ് ഡെവലപ്പ് ചെയ്തത്. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് പറഞ്ഞറിയിക്കുന്നതിനേക്കാളും ചിലപ്പോൾ ഇമോജീസിലൂടെ വർക്കാവും. അങ്ങനെ ആ ഒരു ഗ്യാപ്പ്, അവിടെ ഒരു ബ്രിഡ്ജ് ഫോം ചെയ്യാൻ എന്ത് സഹായിക്കുകയാണ്? ഇമോജീസ് സഹായിക്കുകയാണ്. ഹാവ് ഹെൽപ്ഡ് ടു ബ്രിഡ്ജ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ റിട്ടൺ ആൻഡ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ. ദെൻ ഇനി ടെക്സ്റ്റ് അബ്രിവേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുരുക്കി എഴുത്ത്. അതായത് കുറേ അധികം എക്സാമ്പിൾസ് ടെക്സ്റ്റ് അബ്രിവേഷൻസിന് തന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. ഏതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. LOL, LOL, laughing out loud, BRB, be right back. അങ്ങനെയുള്ള ഓരോ എക്സാമ്പിൾസും വായിച്ച് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ദെൻ ഈ ഒരു ടെക്സ്റ്റ് അബ്രിവേഷൻസിലൂടെ നമുക്ക് ബെനിഫിറ്റ് എന്താണ്? സേവ് ടൈം ആൻഡ് സ്പേസ്. ഈ ടെക്സ്റ്റ് അബ്രിവേഷൻസ് ഇസ് ഓൾസോ നോൺ ആസ് എന്ന് പറഞ്ഞിട്ടും ഒരു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വരാം. എന്താണ്? SMS. ദെൻ ഷോർട്ടൻഡ് വേർഷൻസ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ ചുരുക്കി എഴുത്താണ് ടെക്സ്റ്റ് അബ്രിവേഷൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. എക്സാമ്പിൾസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ ICT ഫുൾ ഫോം 1 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്സിന് റൈറ്റ് അബൌട്ട് ICT എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫുൾ ഫോം എഴുതണം. എന്താണ്? ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഹാവ് റെവല്യൂഷനൈസ്ഡ് ദി വേ വി യൂസ് ലാംഗ്വേജ് ഫ്രം ദി ക്രിയേഷൻ ആൻഡ് ഡെസിമിനേഷൻ ഇൻ ഇൻഫോർമേഷൻ ടു വേ വി കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ. മറ്റൊരാളുമായി, അതായത് ലോകത്തിൻ്റെ എവിടെയുള്ള ആൾക്കാരുമായിട്ടും എവിടെ നിന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു കൺവീനിയൻറ്റ് മെത്തേഡ് ഏതിലൂടെ സാധ്യമാണ്? ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ICTയിലൂടെ സാധ്യമാണ്. ഇനി ICTക്ക് കുറച്ച് അഡ്വാൻറ്റേജസും അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും അത് കാണാത്തവരാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ICT മെയ്ഡ് ഇറ്റ് ഈസിയർ ദാൻ എവർ ഫോർ പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് അക്രോസ് വാസ്റ്റ് ഡിഫറൻസസ് ആൻഡ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. പല ഭാഷകളിലായിട്ട് എത്ര ദൂരെയുള്ള ആൾക്കാരായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തിലൂടെ സാധ്യമാണ്? ICTയിലൂടെ സാധ്യമാണ്. Then helps people to communicate in real time regardless of geographical location. എവിടെയാണ് എന്നുള്ളതൊന്നും മാറ്റർ അല്ലാതെ ആ ഒരു റിയൽ ടൈം ഒരേ സമയത്ത് തന്നെ സംസാരിക്കാനുള്ള ആ ഒരു ആക്സസിബിലിറ്റി എന്തിലൂടെ കിട്ടാണ്? ICTയിലൂടെ കിട്ടാണ്. ട്രാൻസ്ലേഷണൽ സോഫ്റ്റ്വെയർ മെയ്ഡ് ഇറ്റ് ഈസിയർ ഫോർ പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആൻഡ് റെഡ്യൂസിങ് ലാംഗ്വേജ് ബാരിയർ. നമ്മൾ കുറേ വട്ടം പറഞ്ഞതാണ് ട്രാൻസ്ലേഷണൽ സോഫ്റ്റ്വെയർ. എന്താണ്? നമ്മൾ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതാണ് ട്രാൻസ്ലേഷൻ സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ട്രാൻസ്ലേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ ഏതിൻ്റെ കീഴിൽ വരുന്നതാണ്? ICT, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീൻ്റെ കീഴിൽ വരുന്നതാണ്. ദെൻ ICT ഓൾസോ ഹാവ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ഫോർ എവ്രി വൺ വിത്ത് ആൻ ഇൻ്റർനെറ്റ് കണക്ഷൻ ടു ക്രിയേറ്റ് ആൻഡ് ഷെയർ ഇൻഫോർമേഷൻ വിത്ത് എ ഗ്ലോബൽ ഓഡിയൻസ്. പറഞ്ഞതാണ് നമ്മൾ, അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ ആയിട്ട് എവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും കയ്യിലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ള ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ദെൻ ഓൺലൈൻ ലൈബ്രറീസ് ഓൾസോ മെയ്ഡ് ഇറ്റ് ഈസിയർ ഫോർ പീപ്പിൾ ടു ആക്സസ് ഇൻഫോർമേഷൻ ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് ICT മേ ലീഡ് ടു ഹോമോജീനൈസേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ഇത് ശരിക്കും ഈ ഒരു പോയിന്റ് അഡ്വാൻറ്റേജസിലായിട്ടും എഴുതാം, ഡിസഡ്വാൻറ്റേജിൽ എഴുതാൻ പറ്റിയിട്ടുള്ളൊരു പോയിന്റാണ്. ഹോമോജീനൈസേഷൻ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഹോമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞു? സിമിലർ ആയിട്ടുള്ളത്, അതായത് ഒരേപോലെയുള്ള കാര്യങ്ങൾക്കാണ് ഹോമോ എന്നതുകൊണ്ട് നോട്ട് ചെയ്യണത്. ഹോമോജീനൈസേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞാലോ, അതായത് ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണ്? ഒരു രാജ്യത്ത് ഒരു കൾച്ചർ, മറ്റൊരു രാജ്യത്ത് വേറൊരു കൾച്ചർ, അങ്ങനെയാണല്ലോ. പല ഭാഷകളാണ് ഉപയോഗിക്കുന്നത്, ഈവൻ സ്റ്റേറ്റ്സിലായാൽ പോലും. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് ഇതിൽ നിന്നും മാറി എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? എല്ലാവരും ഒരേ ലാംഗ്വേജ് പറയുന്ന രീതിയിലേക്ക്, എല്ലാവരും ഒരേ കൾച്ചർ ഫോളോ ചെയ്യുന്ന രീതിയിലേക്ക് വരാനുള്ള ചാൻസ് എന്തിലൂടെ ഉണ്ടെന്നാണ് പറയുന്നത്? ICTയിലൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ദെൻ
ഡിസഡ്വാൻറ്റേജസ് ഓഫ് ICT. ഇനി ICTൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് എന്തൊക്കെ പറയാം? ദി യൂസ് ഓഫ് ടെക്സ്റ്റ് മെസ്സേജിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഹാസ് ലെഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ ന്യൂ ലാംഗ്വേജ് സ്റ്റൈൽ വിത്ത് ടെക്സ്റ്റ് അബ്രിവിയേഷൻസ്, ഇമോജീസ് എക്സെട്ര. അതായത് നമ്മൾ പലപ്പോഴും ലാംഗ്വേജ് എന്നതിനേക്കാളും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമോജീസും എമോട്ടിക്കോൺസും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. അങ്ങനെ ടെക്സ്റ്റ് അബ്രിവിയേഷൻസ്, അതായത് ചുരുക്കിയെഴുത്ത്, അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ മദർ ടങ് ഏതാണ്? മലയാളമാണ്. തമിഴ്നാട്ടിൽ തമിഴാണ്. ഇപ്പോൾ മലയാളം എന്നതിനേക്കാളും നമ്മൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാട്സാപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ഏതാണ് പ്രിഫർ ചെയ്യണത്? മംഗ്ലീഷാണ് പ്രിഫർ ചെയ്യണത്. മംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഏതാണ്? ഒരു ഹൈബ്രിഡ് ലാംഗ്വേജ് ആണ്. അതായത് മലയാളം ആൻഡ് ഇംഗ്ലീഷ്. മലയാളം എന്നത് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ ടൈപ്പ് ചെയ്യുന്നതാണ് മംഗ്ലീഷ്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ട്രഡീഷണൽ ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളത്തിന് അവിടെ ഡിക്ലൈൻ സംഭവിക്കാൻ പോവാണ്. അങ്ങനെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജസ് കൂടി എന്തിന് വരുന്നുണ്ട്? ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICTക്ക് വരുന്നുണ്ട്. നോട്ട് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്നിക്കൽ ടേംസ് കോമൺലി യൂസ്ഡ് ഇൻ ICT. ഫസ്റ്റ് വേണം എന്താണ്? ആൽഗോറിതം. ഇത് 2 മാർക്സിനോ അല്ലെങ്കിൽ 5 മാർക്സിനോ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഓരോന്ന് എടുത്തിട്ട് 2 മാർക്സിനോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഏതൊക്കെ കോമൺ ടേംസ് ആണ് യൂസ് ചെയ്യുന്നത് ICTയിൽ എന്നുള്ളത് 5 മാർക്സിനോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൽഗോറിതം എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും റൂൾസോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ടേമാണ്, ഒരു ടെക്നിക്കൽ ടേമാണ് എന്തെന്ന് പറയുന്നത്? ആൽഗോറിതം എന്ന് പറയുന്നത്. ആൽഗോറിതത്തിൽ മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇൻസ്ട്രക്ഷൻസ് ഓർ റൂൾസ് ഓർ കംപ്ലീറ്റ് എ task. Then cloud computing, നമ്മൾ പറഞ്ഞതാണ്, involves store, manage and process data. Then cyber security എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. The practice of protecting computer systems, networks and sensitive information from unauthorized access, theft or damage. അതായത് എന്തെങ്കിലും ചോർച്ച അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസ് ഒക്കെ ചോർന്ന് പോകുന്നതിൽ നിന്നും എല്ലാത്തിൽ നിന്നും നമ്മളെ ആ ഒരു നെറ്റ്വർക്കിനെ സെൻസിറ്റീവ് മെസ്സേജസ് ലൈക്ക് OTPs ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ആ ഒരു പ്രൊട്ടക്റ്റിംഗ് പ്രാക്ടീസാണ്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രാക്ടീസാണ് എന്ത് ശരിക്കും സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ദെൻ എൻക്രിപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? നമ്മൾ അയക്കുന്ന മെസ്സേജ് ഒരു പ്രത്യേക കോഡിലേക്ക്, ആർക്കും വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കോഡിലേക്ക്, അതായത് പുറത്തുനിന്നുള്ള ഒരാൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ മാറ്റുന്നതാണ് എൻക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺവേർട്ടിംഗ് ഡാറ്റ ഇൻ ടു എ സീക്രറ്റ് കോഡ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ ഫയർവാൾ, എ സെക്യൂരിറ്റി സിസ്റ്റം ദാറ്റ് മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾസ് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക്. ചോദ്യം വരാം, ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത്, ആ ഒരു മോണിറ്ററൈസ് ചെയ്യുന്നത് ഏത് സിസ്റ്റമാണ്? ഏത് സെക്യൂരിറ്റി സിസ്റ്റമാണ്? ഏതാണ്? ഫയർവാൾ ആണ്. ദെൻ HTML, അവിടെ ഒരു ഫുൾ ഫോം പ്രതീക്ഷിക്കാം അല്ലേ? HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. വാട്ട് ഈസ് HTML എന്ന് 2 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നാൽ ആ പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി. എന്താണ്? ആദ്യം അതിൻ്റെ ഫുൾ ഫോം എഴുതുക, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ദെൻ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് യൂസ് ടു ക്രിയേറ്റ് വെബ് പേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. വെബ് പേജസും ആപ്ലിക്കേഷൻസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ് HTML. HTMLൻ്റെ ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. Then JavaScript used to create dynamic and interactive web content. ഇതെല്ലാതും എന്താണ്? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിലും 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതിന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദി സോഫ്റ്റ്വെയർ ദാറ്റ് മാനേജസ് ആൻഡ് കൺട്രോൾസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. നമ്മൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ നമ്മൾ കമ്പ്യൂട്ടറിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു സെപ്പറേറ്റ് ലാംഗ്വേജ് ആയിട്ട് നമുക്ക്, സെപ്പറേറ്റ് ലാംഗ്വേജ് അല്ല, സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടല്ലോ കമ്പ്യൂട്ടർ, അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഒരു ടേമൊക്കെ നമുക്ക് ഫെമിലിയർ ആണ് അല്ലേ? ഇനി സെർവർ, എ കമ്പ്യൂട്ടർ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ്സ് ഡാറ്റ ഓർ സർവീസസ് ടു അതർ കമ്പ്യൂട്ടേഴ്സ് ഓർ ഡിവൈസസ്. അതായത് മറ്റുള്ള കമ്പ്യൂട്ടേഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഡിവൈസസിലേക്കോ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സിസ്റ്റമാണ് എന്ത്? സെർവർ. സെർവർ എന്ന് പറഞ്ഞാൽ തന്നെ കൊടുക്കുന്ന ആൾ, വിളമ്പുന്ന ആളെന്നൊക്കെയാണല്ലോ അർത്ഥം. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ദെൻ വിർച്വൽ റിയാലിറ്റി, എ കമ്പ്യൂട്ടർ ജനറേറ്റഡ് എൻവയോൺമെൻറ്റ് ദാറ്റ് സ്റ്റിമുലേറ്റ്സ് എ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. അതായത് ഈ ഗെയിംസ് ഒക്കെ അറിയുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. കുറേ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫിസിക്കൽ എൻവയോൺമെൻറ്റിലേക്ക് മാറാണ്. ആ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള സ്റ്റിമുലേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ളതാണ് ഏതെന്ന് പറയുന്നത്? വിർച്വൽ റിയാലിറ്റി. Then efficiency എന്താണ്? refers to the ability of internet to deliver data and services quickly and reliably. അത്രയും ട്രസ്റ്റോട് കൂടിയിട്ട്, അത്രയും വിശ്വസനീയമായ രീതിയിൽ പെട്ടെന്ന് തന്നെ ഡാറ്റാസ് എല്ലാം ഡെലിവർ ചെയ്യുന്ന, സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു എഫിഷ്യൻസി എന്താണ്? ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു എബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് is designed to facilitate the rapid transfer of data. This efficiency is due to the underlying technology, fiber optic cables, advanced routing പ്രോട്ടോകോൾസ്. ഇമ്പോർട്ടൻ്റ് ആണ്. എഫിഷ്യൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ വരാം. എന്താണ്? അണ്ടർലൈങ് ടെക്നോളജി, ഫൈബർ ഓപ്റ്റിക് കേബിൾസ്, അഡ്വാൻസ്ഡ് റൂട്ടിംഗ് പ്രോട്ടോകോൾസ്. 3 ഇമ്പോർട്ടൻ്റ് ആണ്.
Then economy. Economy refers to the cost effectiveness of using the internet to access information and services. The internet has significantly reduced the cost of communication and information sharing. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പണ്ടത്തെ കാലത്തുള്ള ആൾക്കാർ ലെറ്റർ എഴുതുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ലെറ്റർ എഴുതി ലെറ്റർ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടുന്ന് ഒരു സർവീസ് ചാർജ്, പിന്നെ അത് നമ്മൾ ഉദ്ദേശിച്ച ആളിലേക്ക് എത്തി, നമ്മൾ അത് കുറേ നാൾക്ക് ശേഷം കാത്തിരുന്ന് റിപ്ലൈ വന്ന് പോസ്റ്റ് ഓഫീസിൽ പോയി അത് അങ്ങനെ കുറേ സ്റ്റെപ്സാണ് ലെറ്റർ എഴുതുന്ന സമയത്ത് ഒരാളിന് നമ്മൾക്ക് ദൂരെയുള്ള ആളിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വന്നിരുന്നത്. അവിടെ കുറേ സ്റ്റെപ്സ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് കോസ്റ്റും വന്നിരുന്നു. അങ്ങനെയുള്ള കോസ്റ്റും ആ ഒരു സ്റ്റെപ്സ് എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് എവിടെ ഇരുന്ന് എപ്പോൾ വേണമെങ്കിലും ജസ്റ്റ് ഒരു വാട്സപ്പ് കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്റ്റയിലായാലോ ഫേസ്ബുക്കിലായാലോ എന്തെങ്കിലും ഒരു കോള് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദൂരെയുള്ള ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ആ ഒരു ആക്സസിബിലിറ്റി ഉണ്ടല്ലോ. അതിലൂടെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ്നെസ്, അതായത് നമ്മുടെ ഇക്കോണമീനെ റെഫർ ചെയ്യാണ് അവർ. Then, for example, sending an email is cheaper than sending a traditional letter, and accessing online resources is often less expensive than buying physical copies. Online shopping has made it possible to find products at lower prices. അല്ലേ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഓൺലൈനിൽ ചിലപ്പോൾ പല സാധനങ്ങൾക്കും ചിലപ്പോൾ ഓഫർ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല സാധനങ്ങൾക്കും ഒരുപാട് വ്യത്യാസം റിഡക്ഷൻ കിട്ടാണ് നമുക്ക് കോസ്റ്റിൽ. Then, thus, internet efficiency and economy may have made it an indispensable tool for communication. Indispensable എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത രീതിയിലുള്ള ഒരു ടൂളാണ് എന്തെന്ന് പറയുന്നത്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഏത് രീതിയിലായാലും കമ്മ്യൂണിക്കേഷനിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, എഡ്യൂക്കേഷനിലായിക്കോട്ടെ, എൻ്റർടൈൻമെൻറ്റിലായിക്കോട്ടെ, ഏത് രീതിയിലാണെങ്കിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടൂളായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്, ഇൻ്റർനെറ്റിനെ കണക്കാക്കുന്നത്. ഇനി ലാംഗ്വേജ് എക്സ്ചേഞ്ച്. ലാംഗ്വേജ് എക്സ്ചേഞ്ചിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു ലാംഗ്വേജ് പാർട്ട്ണർ, അതായത് നമുക്ക് പുതിയൊരു ലാംഗ്വേജ് എന്നല്ല, നമുക്ക് ഏത് ലാംഗ്വേജാണോ പഠിക്കേണ്ടത് ആ ലാംഗ്വേജ് പറഞ്ഞ് അവരുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ലാംഗ്വേജ് പാർട്ട്ണർ. അതിപ്പോൾ കൂടെ ഇരുന്നെന്ന് ഉദ്ദേശിക്കുന്നത് വിർച്വൽ ആയിട്ടാണെങ്കിലും ഓൺലൈനിലൂടെ ആണെങ്കിലും അങ്ങനെ ഒരു ലാംഗ്വേജ് പാർട്ട്ണറെ കിട്ടുക എന്നുള്ളതാണ് ലാംഗ്വേജ് എക്സ്ചേഞ്ചിലൂടെ ഉപയോഗിക്കുന്നത്. Then, ലാംഗ്വേജ് കമ്മ്യൂണിറ്റീസ്. ലാംഗ്വേജ് കമ്മ്യൂണിറ്റീസ് ഏതൊക്കെയാണ്? ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ്, ട്വിറ്റർ ചാറ്റ്സ് എക്സെട്ര. എക്സാമ്പിൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ദെൻ ലാംഗ്വേജ് ചലഞ്ചസ്, ലൈക്ക് യൂട്യൂബിലാണെങ്കിലും ഇപ്പോൾ 30 days കൊണ്ട് 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇടുന്നുണ്ടല്ലോ. അതൊക്കെ എന്തിനു സഹായിക്കുന്നുണ്ട്? നമ്മുടെ ലാംഗ്വേജ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ദെൻ language learning content. Social media platforms offer a wealth of language related content such as language learning blogs, podcasts, YouTube channels, etc. Then സെൽഫ് മോട്ടിവേഷനിലൂടെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളൊരു ഫിഗറാണിത്. സെൽഫ് മോട്ടിവേഷനിലൂടെ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ സോഷ്യൽ മീഡിയ ഈ ഒരു വീഡിയോസിലൂടെയും ആ വീഡിയോസിലൂടെയൊക്കെ കണ്ട് പഠിച്ച് അത് ഡെയിലി ലൈഫിൽ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ മിസ്റ്റേക്സ് എന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് ആ മിസ്റ്റേക്സിൽ നിന്നൊക്കെ പഠിച്ച് അങ്ങനെ വീണ്ടും ഈ ഒരു സൈക്കിളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ദെൻ ഫയൽ ഫോർമാറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫയൽ ഫോർമാറ്റ്സ് എന്താണ്? ഡിജിറ്റൽ വേ ഓഫ് ഇൻഫോർമേഷൻ is stored and transmitted in electronic ഡിവൈസസിൽ ഡിജിറ്റൽ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കാനും ട്രാൻസ്മിറ്റ് ചെയ്ത് വെക്കാനുമുള്ള ഒരു വഴിയാണ് എന്തെന്ന് പറയുന്നത്, ഫയൽ ഫോർമാറ്റ്സ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽ ഫോർമാറ്റ്സ് ഉണ്ട്. എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. JPEG, PDF, MP3, MP4. JPEG, PDF, MP3, MP4. JPEG എന്താണ്? ഇമേജസും അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഡിജിറ്റലാക്കി മാറ്റാനാണ് ഏത് യൂസ് ചെയ്യണത്, JPEG യൂസ് ചെയ്യണത്. ഇമേജസും ഫോട്ടോഗ്രാഫ്സും അതാണ് അവിടെ നോട്ട് ചെയ്യേണ്ടത് JPEGയിൽ. ഇനി PDF-ലായിക്കോട്ടെ, PDF-ൻ്റെ ഫുൾ ഫോം പഠിക്കാനുണ്ട്. പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? റിപ്പോർട്ട്സ്, ബുക്സിലൊക്കെയാണ് കൂടുതലും എന്ത് യൂസ് ചെയ്യണത്, PDF യൂസ് ചെയ്യണത്. ഇനി MP3യും ഉണ്ട്, MP4ഉം ഉണ്ട്. MP3യിൽ ഓഡിയോ ഫയൽസ് മാത്രം. ഓക്കെ, ഓഡിയോൻ്റെ ആ ഒരു വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് ലോസ് ഇൻ ഓഡിയോയിൽ ഒരു ചേഞ്ചും വരാതെ അത് റെഡ്യൂസ് ചെയ്ത് കംപ്രസ് ചെയ്ത് നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫയൽ ഫോർമാറ്റാണ് എന്തെന്ന് പറയുന്നത്, MP3 എന്ന് പറയുന്നത്. അതിൽ ഓഡിയോ ഫയൽസ് മാത്രമാണ്. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ കാരണം MP4ൽ ഓഡിയോ ആൻഡ് വീഡിയോ കണ്ടൻസ് ഉണ്ട്. ഓഡിയോ ആൻഡ് വീഡിയോ ഫയൽസ് അവൈലബിൾ ആണ്. ഏതിൽ? MP4ൽ. MP3ൽ ഓഡിയോ ഫയൽസ് മാത്രമാണ് അലോഡ് ആയിട്ടുള്ളത്. ദെൻ സം കോമൺ ഫയൽ കൺവേർഷൻ ടൂൾസ് ഏതൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. Adobe Acrobat for PDF conversion, Cloud Convert for audio file conversion, Handbrake for video file conversion. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ 2 marks ഡിസ്കസ് ചെയ്തതിൽ 2 പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. Adobe Acrobat എന്തിനു വേണ്ടിയിട്ടാണ്? PDF കൺവേർഷൻ. Cloud Convert എന്തിനു വേണ്ടിയിട്ടാണ്? ഓഡിയോ ഫയൽ കൺവേർഷൻ. Handbrake എന്തിനു വേണ്ടിയിട്ടാണ്? വീഡിയോ ഫയൽ കൺവേർഷൻ. PDF കൺവേർഷൻ, ഓഡിയോ ഫയൽ കൺവേർഷൻ, വീഡിയോ ഫയൽ കൺവേർഷൻ. പിന്നെ അതിൻ്റെ 3 ലേണിംഗ് ടൂൾസും കൺവേർഷൻ ടൂൾസും പഠിച്ചു വയ്ക്കുക.
ദെൻ സം കോമൺലി യൂസ്ഡ് സെർച്ച് ടൂൾസ് ആൻഡ് ടെക്നിക്സ്. സെർച്ച് എൻജിൻസ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? ഗൂഗിൾ, ബിങ്, യാഹു. ദെൻ ബൂലിയൻ ഓപ്പറേറ്റേഴ്സ്. ബൂലിയൻ ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിളാണ് മെയിനായിട്ടും വരുന്നത് ആൻഡ്, ഓർ, നോട്ട്. ഇതെല്ലാം എന്താണ്? ബൂലിയൻ ഓപ്പറേറ്റേഴ്സിൽ വരുന്നതാണ്. ദാറ്റ് റിഫൈൻ സെർച്ച് റിസൾട്ട്. Then advanced search allows users to narrow down search results by specifying certain criteria such as language, date range or file type. This can be useful for finding specific information to more recent or relevant content. അതായത് ഇപ്പോൾ അടുത്തുള്ള അല്ലെങ്കിൽ റെലവൻറ്റ് കണ്ടൻറ്റിലെ ഇൻഫോർമേഷൻ, ആ ഒരു സ്പെസിഫിക് ഇൻഫോർമേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്? അഡ്വാൻസ്ഡ് സെർച്ച് ആണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇനി സബ്ജക്റ്റ് സ്പെസിഫിക് ഡാറ്റാബേസസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതാണ്, സബ്ജക്റ്റ് സ്പെസിഫിക് ഡാറ്റാബേസസ്. സബ്ജക്റ്റ് സ്പെസിഫിക് ഡാറ്റാബേസസ് ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റിയിട്ട് അത്രയും ഡെപ്തിലുള്ള ഇൻഫോർമേഷൻ നമുക്ക് പകർന്നു നൽകുന്നതാണ് ഏതെന്ന് പറയുന്നത്? സബ്ജക്റ്റ് സ്പെസിഫിക് ഡാറ്റാബേസസ്. അതിന് എക്സാമ്പിൾസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പബ്മെഡ് ഫോർ മെഡിക്കൽ റിസർച്ച്, JSTOR ഫോർ അക്കാഡമിക് റിസർച്ച്. JSTOR എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അക്കാഡമിക് റിസർച്ച്. ഇനി മെഡിക്കൽ റിസർച്ചിനെ പറ്റി ആഴത്തിൽ അറിയാനാണെങ്കിൽ പബ്മെഡ്. These databases often provide more specialized and in-depth information than general search engines. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. ദെൻ സോഷ്യൽ മീഡിയ സെർച്ച്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് സച്ച് ആസ് ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? #, ആൻഡ് കീവേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് റെലവൻറ്റ് കണ്ടന്റ്. അപ്പോൾ യൂണിറ്റ് 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് 3. Unit 3, Authenticity, Linguistic Errors, Laws and Misuse in Social Media. വാരിയസ് ന്യൂ മീഡിയ പ്ലാറ്റ്ഫോംസ് ആൻഡ് ടൂൾസ്. ഈ ഒരു സ്ലൈഡിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈബർ ലോസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. അത് എന്തായാലും പഠിച്ചു വയ്ക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞതാണ്. അതൊന്ന് മൈൻഡിൽ കുറേ വട്ടം വായിച്ച് അതൊന്ന് മൈൻഡിൽ കയറ്റാൻ വേണ്ടിയിട്ട്. ദെൻ ബ്ലോഗ്സ് ആൻഡ് വ്ലോഗ്സ്, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, വിർച്വൽ ആൻഡ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. ഓഗ്മെൻറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും വ്യാപകമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന എന്നൊക്കെയാണ് കേട്ടോ. ഗൂഗിൾ കാർഡ്ബോർഡ്സ്, ഇൻസെൽ VR, ഫിലിം ആൻഡ് മ്യൂസിക് സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻസ്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, സ്പോട്ടിഫൈ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ. ടെലിവിഷൻ ചാനൽസ്, BBC, NDTV, സഫാരി TV, വീഡിയോ സ്ട്രീമിംഗ് സൈറ്റ്സ്, യൂട്യൂബ്, ആപ്ലിക്കേഷൻസ് ഫോർ മൊബൈൽ ഫോൺസ്, ഗൂഗിൾ പേ, സൊമാറ്റോ, എറ്റ്സെട്ര. ദെൻ വാട്ട് മേക്സ് ദി മീഡിയ യൂണീക്ക് ആൻഡ് സ്പെഷ്യൽ എമംഗ് അസ്. ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. 5 മാർക്സിനോ അല്ലെങ്കിൽ 2 മാർക്സിനോ ഇതിലേതെങ്കിലും ഒരു ഫീച്ചർ എടുത്ത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് വൺ, ഇൻറ്ററാക്ടിവിറ്റി. ഇൻറ്ററാക്ട് ചെയ്യാനുള്ള, നമുക്ക് എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് സ്പീക്കറിനും അതേപോലെ തന്നെ ലിസണറിനും രണ്ടാൾക്കും എൻഗേജ്ഡ് ആയിരിക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ദെൻ നെക്സ്റ്റ് വൺ, കൺവേർജൻസ്. വൈഡ് റേഞ്ച് ഓഫ് മീഡിയ ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി നമ്മുടെ കയ്യിൽ ഒരു ഇൻ്റർനെറ്റ് ഡിവൈസ് ഉണ്ടെങ്കിൽ സാധ്യമാണ്. ദെൻ ആക്സസിബിലിറ്റി, വൈഡ് സ്പ്രെഡ് ഓഫ് അവൈലബിലിറ്റി ആൻഡ് ലോ കോസ്റ്റ്. ഫ്രീ സർവീസസ് ആണ്. അങ്ങനെ ഫ്രീ സർവീസസ് ആകുമ്പോൾ ഇങ്ങനെയുള്ള മീഡിയ പ്രൊഡ്യൂസേഴ്സിന് റവന്യൂ എവിടുന്ന കിട്ടുന്നത്? സബ്സ്ക്രിപ്ഷൻ ചാർജസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്സ്. അതും നോട്ട് ചെയ്ത് വെക്കുക. റവന്യൂ എവിടുന്നാണ്? സബ്സ്ക്രിപ്ഷൻ ചാർജസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്സ്. ദെൻ ഓഡിയൻസ് പവർ. അതായത് യൂസർ എന്നുള്ള ഒരു ടേം ഇതിൽ മെയിനായിട്ടും വരുന്നുണ്ട്. നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ആളിന് എന്ത് പറയും? യൂസർ എന്ന് പറയും. പക്ഷേ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റണം എന്നില്ല. അതിനാണ് ഇവിടെ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അപ്രോപ്രിയേറ്റ് ടേം ടു ഡിസ്ക്രൈബ് എവറി മീഡിയ കൺസ്യൂമർ ഈസ് എന്ന് പറഞ്ഞൊരു ഫിൽ ഇൻ ബ്ലാങ്ക്സ് ചോദിച്ചാൽ ഇത് കാണാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ആൻസർ വളരെ സിമ്പിളാണ്. എന്താണ്? യൂസർ, ഉപയോഗിക്കുന്ന ആൾ, അത്രയേ ഉള്ളൂ. ദെൻ in the domain of new media, there is plenty of scope for interaction, discussion, self-broadcasting, which make us use more powerful and influential. ഇനി various types of social media platforms. എന്തൊക്കെയാണ് various types? നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? സോഷ്യൽ നെറ്റ്വർക്ക്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റൻറ്റ് മെസ്സേജസ്, വാട്സാപ്പ്, മൈക്രോ നെറ്റ്വർക്ക്സ്, ട്വിറ്റർ, കണ്ടന്റ് കമ്മ്യൂണിറ്റീസ്, യൂട്യൂബ്, സോഷ്യൽ നോളജ്, വിക്കിപീഡിയ, ബ്ലോഗ്സ്, വേർഡ് പ്രസ്. ഇതിനെല്ലാത്തിനും എക്സാമ്പിൾ എന്നുള്ള നിലയിലാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി authenticity of new media. Many of us receive numerous forwarded messages on social media applications and we forward them to others without any second thought. നമ്മൾ കഴിഞ്ഞ് ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ്. എന്താണ്? നമുക്ക് ഈ വാട്സപ്പിലൊക്കെ മുന്നെയൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് 20 ആൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നല്ലത് വരും, ഭാവിയിൽ നല്ലത് വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജസ് ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള മെസ്സേജസ് അല്ല പറയുന്നത്. ബാക്കിയുള്ള രൂപത്തിൽ ഒരാളിനെ ഹെറാസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനായിട്ടുള്ള ഫോൾസ് മെസ്സേജസ്, അതായത് ജെന്യൂൻ അല്ലാത്ത മെസ്സേജസ് ഒക്കെ കണ്ടാൽ ഒന്നും നോക്കാതെ അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിൽക്കരുത്. രണ്ടാമത്തത് ഒരു തോട്ടില്ലാതെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പലരും നിൽക്കുന്നു എന്നാണ് പറയണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. സത്യത്തിൽ എന്താണ് ആ ഒരു മെസ്സേജസിൻ്റെ ഒരു ജെന്യൂനിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഫോർവേഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ദെൻ
The same platforms revolutionized our lives can also make us susceptible to doubt, confusion and fallacy. അതായത് ഇത്രയും മീഡിയ വികസിച്ചിട്ടുണ്ട്, മീഡിയേൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞു, പക്ഷേ മീഡിയ കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് വരാൻ, അതായത് ഫേക്ക് ന്യൂസ് ഒക്കെ കണ്ടിട്ട് പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് വരാനും ഏതുകൊണ്ട് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ, ന്യൂ മീഡിയ കൊണ്ട് ചാൻസ് ഉണ്ട്. ദെൻ സോഷ്യൽ മീഡിയ ബിക്കംസ് ഡേഞ്ചറസ് വെൻ ദി കണ്ടന്റ് ലീഡ്സ് ടു വയലൻസ്, ബ്രേക്കിംഗ് സോഷ്യൽ ഹാർമണി ആൻഡ് പബ്ലിക് ഓർഡർ. അതായത് സൊസൈറ്റി ആയിട്ടുള്ള ഒരു ഐക്യം, ഹാർമണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഐക്യം. ആ ഒരു സൊസൈറ്റിയിലുള്ള ആ ഒരു ഐക്യം, അതേപോലെ തന്നെ വയലൻസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള വീഡിയോസും കണ്ടൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ എന്താണ്? തികച്ചും ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത്. ദെൻ വെർബൽ അബ്യൂസ്, ഇൻസൈറ്റ്മെന്റ് ടു വയലൻസ് ആൻഡ് വൾഗർ കമന്റ്സ് ദാറ്റ് ടാർണിഷ് ദി മോഡസ്റ്റി ഓഫ് പീപ്പിൾ എസ്പെഷ്യലി വിമൻ ആർ റാമ്പന്റ് ഇൻ അവർ സൈബർ സ്പേസ്. അതായത് സൈബർ സ്പേസിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണല്ലോ, അതിനെതിരെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ സോഷ്യൽ മീഡിയ ശരിക്കും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസ് ആണെന്നാണ് പറയുന്നത്. പോസിബിലിറ്റി ഓഫ് ലിംഗ്വിസ്റ്റിക് എറേഴ്സ്. ഇതിൽ മെയിനായിട്ടും പറയണത്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഓരോ കണ്ടൻസ് വായിക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ഐ കോൺടാക്റ്റും അതേപോലെ തന്നെ ബോഡി ലാംഗ്വേജസ് എങ്ങനെയാണ് ആ ടോൺ എടുക്കേണ്ടത് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണില്ല. ദെൻ കോമൺ എറേഴ്സ് ദാറ്റ് ഹാപ്പൻ ഇൻ സോഷ്യൽ മീഡിയ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സ് ആൻഡ് എൻഡിങ്സ്. അതായത് ഒരു വാക്ക് തുടങ്ങുന്നതും അവസാനിക്കുന്നതും, വാക്ക് തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം, ഒരു സെൻറ്റൻസ് അവസാനിക്കുന്ന സമയത്ത് ഫുൾ സ്റ്റോപ്പോ ക്വസ്റ്റ്യൻ മാർക്കോ അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി മാർക്കോ നിർബന്ധമാണ് എന്നിങ്ങനെയുള്ള റൂൾസ് ഒന്നും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവരനുസരിക്കാറില്ല. Then using apostrophes to make words plural. അതായത് അപ്പോസ്ട്രോഫി ഇടുന്നതിലൂടെ ആ വേർഡ് പ്ലൂറലായി മാറുന്നു എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ, ഒരു തെറ്റിദ്ധാരണ ആൾക്കാർക്കിടയിലുണ്ട്. ശരിക്കും അങ്ങനെയല്ല. ദാറ്റ് ഈസ്, അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോന്നിനും എക്സാമ്പിൾ മനസ്സിലാക്കി വെച്ചാൽ ഇത് പഠിയും. എക്സാമ്പിൾ എന്താണ്? പൊട്ടേറ്റോസ് എന്നുള്ളത് ശരിക്കും പ്ലൂറലായിട്ട് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന രീതിയിലാണ് എഴുതുക. പക്ഷെ പല ആൾക്കാരും പ്ലൂറലായിട്ട്, അതായത് പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതലായിട്ട് എഴുതുന്ന സമയത്ത് ജസ്റ്റ് വെറുതെ ഒരു അപ്പോസ്ട്രോഫി കൊണ്ടുപോയിടാൻ നോക്കലുണ്ട്. അങ്ങനെ കൊണ്ടുപോയിടരുത്, തെറ്റാണ്. പൊട്ടേറ്റോസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന രീതിയിലാണ് എഴുതേണ്ടത്, അപ്പോസ്ട്രോഫി ഇടേണ്ട ആവശ്യമില്ല പ്ലൂറൽ ആക്കുമ്പോൾ. ദെൻ നെക്സ്റ്റ് വൺ, കൺഫ്യൂസിങ് ടു ആൻഡ് ടു. അതായത് രണ്ടും ഏകദേശം സിമിലർ ആണ് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ എന്താണ്? ടു എന്നുള്ളത് ഒരു പ്രിപ്പോസിഷനാണ്. പ്രീ എന്ന് പറഞ്ഞാൽ തന്നെ മുന്നേ എന്നാണല്ലോ അർത്ഥം. അപ്പോൾ പ്രിപ്പോസിഷനാണ്, അതായത് എന്തെങ്കിലും ഒരു ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റിലെ ടു, അതായത് TO എന്നുള്ളത് യൂസ് ചെയ്യണത്. എക്സാമ്പിൾ എന്താണ്? ഐ സ്റ്റഡി ഫ്രം 8 to 11. കണ്ടോ? ടു എന്നത് കണ്ടോ? അവിടെ പ്രിപ്പോസിഷൻ ആയിട്ടാണ് ടു വരുന്നത്. ദെൻ രണ്ടാമത്തെ ടു എന്നുള്ളത് ആഡ്വർബായിട്ട്, ആഡ്വർബ് എന്നതുകൊണ്ട് എന്താണ്? വെർബിനെ വിശേഷിപ്പിക്കുന്ന രീതി, അതാണ് ആഡ്വർബ്. അങ്ങനെ ആഡ്വർബായിട്ടാണ് ടു എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. അതായത് ടു മെനി പീപ്പിൾ, ടു മെനി മാംഗോസ്, അങ്ങനെ കുറേ അധികം എന്നുള്ളതിനെയാണ് ടു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ടു കേട്ടോ, TOO. ദെൻ ഇറ്റ് അപ്പോസ്ട്രോഫി എസ് ആൻഡ് ഇറ്റ്സ്. അതെന്താണ്? എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്? അപ്പോസ്ട്രോഫി ആണ് അവിടെ വില്ലൻ അല്ലേ? ഒരു രണ്ടാമത്തതിൽ അപ്പോസ്ട്രോഫി ഇല്ല, ഒന്നാമത്തതിൽ അപ്പോസ്ട്രോഫി ഉണ്ട്. ഇറ്റ് അപ്പോസ്ട്രോഫി എസ് എന്നുള്ളത് ഇറ്റ് ഈസ് എന്നുള്ളതിൻ്റെ ഒരു കൺട്രാക്ഷനാണ്, ചുരുക്കിയെഴുത്താണ് ശരിക്കും ഇറ്റ് അപ്പോസ്ട്രോഫി എസ് എന്നുള്ളത്. ദെൻ പക്ഷേ ഇറ്റ്സ്, അതായത് അപ്പോസ്ട്രോഫി ഒന്നുമില്ലാത്ത ഇറ്റ്സ് എന്നുള്ളത് ഒരു അധികാരമാണ്, ഒരു പൊസസീവ്നെസ് ആണ്, അതായത് ഒരു ആധിപത്യം ചുമത്താണ്. ദി കാറ്റ് ലിക്ക്ഡ് ഇറ്റ്സ് മാസ്റ്റർ. അതായത് കാറ്റ് അതിൻ്റെ മാസ്റ്ററിനെ, അതായത് അങ്ങനെയുള്ള ഒരു ആധിപത്യം എവിടെ വരികയാണ്? ഇറ്റ്സ്, അതായത് അപ്പോസ്ട്രോഫി ഒന്നുമില്ലാത്ത ഇറ്റ്സിൽ വരികയാണ്. ദെൻ യുവർ ആൻഡ് യുവർ, കണ്ടോ? രണ്ടും സിമിലർ ആണ്. എന്താണ് വ്യത്യാസം? എന്താണ്? അവിടെ ഒരു അപ്പോസ്ട്രോഫി വന്നു. അപ്പോസ്ട്രോഫി വന്നപ്പോൾ എന്താ ചേഞ്ച് ചെയ്തത്? യുവർ ഒക്യുപ്പേഷൻ, നിങ്ങളുടെ. യുവർ എന്നതുകൊണ്ട് എന്താണ്? നിൻ്റെ, നിങ്ങളുടെ എന്നൊക്കെയാണ് യുവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ യു അപ്പോസ്ട്രോഫി ആർ എന്നത് യു ആർ എന്നതിൻ്റെ ചുരുക്കിയെഴുത്താണ്, എന്നതിൻ്റെ കൺട്രാക്ഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് അപ്പോസ്ട്രോഫി എസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്നതിൻ്റെ കൺട്രാക്ഷനാണ്. യു അപ്പോസ്ട്രോഫി ആർ എന്ന് പറയുന്നത് യു ആർ എന്നതിൻ്റെ കൺട്രാക്ഷനാണ്. ദെൻ ആൻഡ് ദാൻ രണ്ടും എന്താണ്? ദെൻ എന്ന് പറയുന്നത് ഒരു ആഡ്വർബാണ്, അതായത് വെർബിനെ വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. യൂസ് ടു ഇൻഡിക്കേറ്റ് എ സീക്വൻസ് ഓർ ഇവൻറ്റ്സ്. ഇനി ദാൻ എന്താണ്? ദാൻ അതിനേക്കാളും, അവനേക്കാളും എന്നൊക്കെയുള്ള ഒരു കൺജക്ഷനാണ്. അതായത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ദാൻ ഉപയോഗിക്കുന്നത്. മാംഗോസ് ആർ ചീപ്പർ ദാൻ ആപ്പിൾസ്. ആപ്പിൾസിനേക്കാളും വില കുറവാണ് മാംഗോസിന്. ആപ്പിൾസിനേക്കാളും, അവനേക്കാളും,
അതിനേക്കാളും എന്നൊക്കെ വരുമ്പോഴാണ് ഏത് യൂസ് ചെയ്യണത്, ദാൻ യൂസ് ചെയ്യണത്. ദെൻ ഐ ആൻഡ് മീ എന്ന് പറയുന്നത്, ഐ എന്ന് പറയുന്നത് ഒരു നോമിനേറ്റീവ് പ്രോനൗൺ ആണ്. അതായത് ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റിൽ വരുന്നതാണ് ഐ. ദെൻ മീ ആണെങ്കിലോ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്. ഇത് ചിലപ്പോൾ 2 മാർക്സിന് ചോദിക്കാം. ഐ എന്നുള്ളത് നോമിനേറ്റീവ് പ്രോനൗൺ ആണ്, മീ എന്നുള്ളത് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്. ഇറ്റ് അപ്പോസ്ട്രോഫി എസ് എന്ന് പറയുന്നത് നേരത്തെ ഓർമ്മയില്ല അല്ലേ. ഇറ്റ്സ് ബിറ്റ്വീൻ യു ആൻഡ് ഐ എന്നുള്ളതാണോ ശരി, ഇറ്റ്സ് ബിറ്റ്വീൻ യു ആൻഡ് മീ. ഒബിയസ്ലി യു ആൻഡ് മീ ആണ് ശരി, കാരണം ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് മീ, നോമിനേറ്റീവ് പ്രോനൗൺ ആണ്. സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് വരുന്നതാണ് ഐ എന്ന് പറയുന്നത്. ഐ ആം ഷബ്ന, അപ്പോൾ ഐ എന്നുള്ളത് ഫസ്റ്റ് ആണ് വന്നത് അല്ലേ. ദെൻ ഇനി ഐ ഡോട്ട് ഇ ആൻഡ് ഇ ഡോട്ട് ഇ ജി, അങ്ങനെയാണോ അത് വായിക്കുക? അല്ല, ദാറ്റ് ഈസ് ആൻഡ് എക്സാമ്പിൾ, നമുക്ക് പലർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. ദെൻ I dot E is an abbreviation for Latin phrase id est. Id est എന്നതിൻ്റെ ആ ഒരു ലാറ്റിൻ ഫ്രേസിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്, I dot E, ദാറ്റ് ഈസ് എന്നുള്ള അർത്ഥം വന്നിട്ടുള്ള I dot E എന്നുള്ളത് വന്നിട്ടുള്ളത്. ദെൻ എക്സാമ്പിൾ ആണെങ്കിലോ, എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സംബ്ലി ഗ്രാറ്റിയ, ഇ ഡോട്ട് ജി എന്ന് പറയുന്നത് എക്സംബ്ലി ഗ്രാറ്റിയ, രണ്ടും ലാറ്റിൻ ഫ്രേസ് ആണ്. എക്സംബ്ലി ഗ്രാറ്റിയ എന്നുള്ള ലാറ്റിൻ ഫ്രേസ് ആണ് ഇ ഡോട്ട് ജി വന്നിരിക്കുന്നത്. ഇഡ് എസ്റ്റ് എന്നുള്ള ലാറ്റിൻ ഫ്രേസിൽ നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്, ഇ ഡോട്ട് ഇ വന്നിരിക്കുന്നത്. ദെൻ എക്സാമ്പിൾസ് എന്താണ്, ഐ സ്റ്റഡി അബൌട്ട് പ്ലാന്റ്സ്, എക്സാമ്പിൾ ട്രോപ്പിക്കൽ പ്ലാന്റ്സ്. ഇനി എ ലോട്ട് ആൻഡ് എ ലോട്ട് സിമിലർ ആണല്ലേ, പക്ഷേ പ്രൊനൗൺസ് ചെയ്യുന്ന രീതി, അതായത് പലരും എ ലോട്ട് എന്നതിനെ എ ലോട്ട് എന്ന് ഫോം ചെയ്യും, അതായത് പ്രൊനൗൺസ് ചെയ്യും, അത് തെറ്റാണെന്നാണ് പറയുന്നത്. Then ഇനി സൈബർ ലോസ്. സൈബർ ലോ refers to any law that applies to internet and internet related technologies. ഇന്റർനെറ്റ് ആൻഡ് ഇന്റർനെറ്റ് റിലേറ്റഡ് ടെക്നോളജീസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏതൊരു ലോ, LOW അല്ല LAW ആണ് കേട്ടോ, ഏതൊരു ലോനെയും നമ്മൾ എന്തെന്ന് പറയും, സൈബർ ലോ എന്ന് പറയും. റീസൺ ഡെവലപ്മെൻറ്റ് ഇൻ ദി ലീഗൽ സിസ്റ്റം പ്രൊവൈഡ് ലീഗൽ പ്രൊട്ടക്ഷൻ, ലിറ്ററസി സൈബർ law is important. Cyber law is sometimes referred to as law of the internet. ഇതും ചിലപ്പോൾ 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. സൈബർ ലോ is sometimes referred to as എന്ന് പറഞ്ഞിട്ട് ഒരു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ചോദിക്കാം. എന്താണ് ലോ ഓഫ് ദി ഇന്റർനെറ്റ്? അപ്പോൾ ഈ ഒരു സ്ലൈഡ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സൈബർ ലോ? റെഫേഴ്സ് ടു ഇന്റർനെറ്റ് ആൻഡ് ഇന്റർനെറ്റ് റിലേറ്റഡ് ടെക്നോളജീസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ലോ ആണ്. റീസൺ ഡെവലപ്മെൻറ്റ് ആണ്, അതേപോലെ തന്നെ പ്രൊവൈഡ് ലീഗൽ പ്രൊട്ടക്ഷൻ, പിന്നെ എന്താണ് ലോ ഓഫ് ദി ഇന്റർനെറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ സൈബർ ലോ encompasses cyber crime and cyber security. Protect those who are vulnerable to crime. In 2000, Information Technology Act, which provides legal recognition and transaction conducted via electronic exchange of data, electronic means of communication and electronic commerce transaction. ഇതിൽ മെയിനായിട്ടും എന്താണ് സൈബർ ക്രൈം ആൻഡ് സൈബർ സെക്യൂരിറ്റി ആണ് സൈബർ ലോയിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇങ്ങനെ സൈബർ ക്രൈം നടത്തുന്ന ആൾക്കാർക്കെതിരെയുള്ള പോളിസിയാണ് എന്ത് സൈബർ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതെല്ലാം നോട്ട് ചെയ്ത് വെക്കാം. There are 3 main categories of cyber crimes. 3 മെയിൻ കാറ്റഗറീസിലാണ് സൈബർ ക്രൈംസ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൈംസ് അഗെയിൻസ്റ്റ് പീപ്പിൾ, അഗെയിൻസ്റ്റ് ഗവൺമെൻറ്, അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. 3 ഇമ്പോർട്ടൻ്റ് ആണ്. 3ൻ്റെ താഴെയുള്ള പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കുക. ക്രൈംസ് അഗെയിൻസ്റ്റ് പീപ്പിൾ എന്താണ്, സൈബർ ഹറാസ്മെൻറ്റ്, സ്റ്റോക്കിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചൈൽഡ് പോർണോഗ്രഫി, സ്പൂഫിംഗ്, ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് ഫ്രോഡ്, സൈബർ ബുള്ളിംഗ് ആർ എക്സാമ്പിൾസ് ഓഫ് സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് പീപ്പിൾ. ഏതെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഏതാണെന്നൊക്കെ. ഇനി ക്രൈംസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. ക്രൈംസ് ഇൻക്ലൂഡ് ഡു ആസ് അറ്റാക്ക്. ഡു ആസ് അറ്റാക്കിൻ്റെ ഫുൾ ഫോം എന്താണ്, ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. അതായത് ഒരു വെബ്സൈറ്റിനെ ഒരു പ്ലാറ്റ്ഫോമിനെ മൊത്തത്തിലായിട്ട് അവരുടെ സർവീസ് എല്ലാം ഡിക്ലൈൻ ചെയ്യുന്ന രൂപത്തിലാക്കി മാറ്റുക. അതാണ് എന്തെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡു ആസ് അറ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈറൽ ട്രാൻസ്മിഷൻ, ഹാക്കിംഗ്, കോപ്പിറൈറ്റ്, വയലേഷൻ ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇനി ക്രൈംസ് അഗെയിൻസ്റ്റ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിനെതിരെയുള്ള ക്രൈംസ് ഏതൊക്കെയാണ്, സൈബർ ടെററിസം, സൈബർ വാർഫെയർ എറ്റ്സെട്ര. സൈബർ ഫോറൻസിക് എക്സ്പെർട്സ് റിവീൽ ദാറ്റ് ദി മോസ്റ്റ് സൈബർ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ടാണ് ഇവർ ഇങ്ങനത്തെ രീതിയിലുള്ള സൈബർ ക്രൈംസിന് നിൽക്കുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇവരുടെ ഗ്രൂപ്പിലേക്ക് ചെല്ലുന്ന ആൾക്കാർക്ക് ഒരു റിവാർഡ്സ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഗ്രൂപ്പിൽ ചെല്ലുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലാണ് ഇവർ എന്ത് ചെയ്യണത്, ഈ ഒരു സൈബർ ക്രൈംസ് എല്ലാം നടത്തുന്നത് എന്നാണ് ആരുടെ റിവീൽ ചെയ്യുന്നത്, ഫോറൻസിക് എക്സ്പേർട്സിൻ്റെ പഠനത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ദി ചലഞ്ച് ഫോർ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ഇസ് ടു ഓൾവേസ് ടു കീപ് പേസ് വിത്ത് ദി സൈബർ ക്രിമിനൽസ്. ദിസ് ഇസ് മെയിൻലി ഡ്യൂ ടു ദി സഡൻ ചേഞ്ച് ഇൻ ദി ഫോർമാറ്റ് ഓഫ് ദി
ക്യാരക്ടർ ഓഫ് ദി സൈബർ ക്രൈം ചെയ്യുന്ന ആൾക്കാരുടെ ക്യാരക്ടറിൽ വരുന്ന സഡൻ ചേഞ്ച് കാരണം എന്തിനു പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിന് അവരിനെ പെട്ടെന്ന് ട്രാക്ക് ചെയ്യാനായിട്ട്, പേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും വേഗതയിൽ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ദേ ആർ മേക്കിംഗ് യൂസ് ഓഫ് ദെയർ സ്കിൽസ് ടു ചീറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റ് പീപ്പിൾ ബിക്കോസ് ഇറ്റ് ഈസ് ഈസിയർ ദാൻ ഏർണിംഗ് മണി ബൈ വർക്കിംഗ് ഹാർഡ് ത്രൂ ഹോണസ്റ്റ് മീൻസ്. അതായത് സത്യസന്ധമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനേക്കാളും ഏറ്റവും വേഗത്തിൽ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നാണ് മോസ്റ്റ് സ്റ്റഡീസും വെളിപ്പെടുത്തുന്നത്. ദെൻ റോൾ ഓഫ് സൈബർ ലോസ് ഇൻ IT സെക്ടറിൽ റോൾ ഓഫ് സൈബർ ലോസ്. സൈബർ സ്പേസ് പ്രൊവൈഡ്സ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ ഫോർ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. സൈബർ ലോസ് ഓൾസോ എയിം ടു പ്രൊവൈഡ് ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ടു ദി വിക്ടിംസ്. അതായത് ഇങ്ങനെയുള്ള സൈബർ ക്രൈംസിന് ഇരയായ ആൾക്കാർക്ക് നീതി നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്, സൈബർ ലോസ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി സൈബർ ടെററിസം ഒക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഓരോ കാറ്റഗറി വരുന്നുണ്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ടേബിളിൽ. ആ ടേബിളാണ് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ടേബിളിൽ സൈബർ ടെററിസത്തിന് എന്താണ്, ജീവിതകാലം ഫുള്ള് അനുഭവിക്കാനുള്ള ശിക്ഷയാണ്, ജീവിതകാലം ഫുള്ളുള്ള ശിക്ഷയാണ് ഇതിന് വരുന്നത്, സൈബർ ടെററിസത്തിന് വരുന്നത്. ഒരു രീതിയിലുള്ള ഇളവും അവിടെ ഇല്ല. ദെൻ ഇലക്ട്രോണിക് റെക്കോർഡ്സ്, ദാറ്റ് ഈസ് ഡാറ്റ സ്റ്റോർഡ് ഓൺ എ കമ്പ്യൂട്ടർ ഓർ ആൻ എക്സ്റ്റേണൽ സ്റ്റോറേജ് ദസ് ടേൺഡ് ഔട്ട് ടു ബി ആൻ ഇൻഡിസ്പെൻസിബിൾ പാർട്ട് ഓഫ് ഓൾ മോഡേൺ ട്രാൻസാക്ഷൻ. ഇൻഡിസ്പെൻസിബിൾ നമ്മൾ പറഞ്ഞതാണ്, ഒഴിച്ചുകൂടാനാവാത്ത രീതിയിലുള്ള ഒരു പാർട്ടായിട്ടാണ് എന്ത് മാറിയിട്ടുള്ളത്, ഇലക്ട്രോണിക് റെക്കോർഡ്സ്. ആ ഒരു സ്റ്റോറേജിൻ്റെ ആ എല്ലാ ട്രാൻസാക്ഷൻസും ആ ഒരു സ്റ്റോറേജിൽ അവൈലബിൾ ആണ്. ഇനി ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ commonly referred to as electronic commerce, which involves the use of alternatives to paper-based methods of communication and storage of information with government agencies, and further to amend the Indian Penal Code, the Indian Evidence Act 1891 and the Reserve Bank of India Act 1934. റിസർവ് ബാങ്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് റിവേഴ്സ് ബാങ്ക് എന്താണെന്ന് തോന്നുന്നു ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരോ നാഷിത തോന്നുന്നു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, റിസർവ് ബാങ്ക് ആണ്. അപ്പം തിരുത്തിയിട്ടുണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. അത് ഇയർ ചിലപ്പോൾ പഠിച്ചു വയ്ക്കുക, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1891, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. ഇനി The Act intends to address the following issues. First one എന്താണ്, legal recognition of electronic documents. Electronic documentsൻ്റെ legal recognition. Second one എന്താണ്, digital signaturesൻ്റെ legal recognition. ഇനി offenses and violations. ഇനി എന്താണ്, justice dispensation systems for cyber crimes. The first cyber legislation in the country, ITA 2000, has led to the debates and criticism. ഇത് മെയിനായിട്ട് നമ്മൾ ഈ 10th സോഷ്യൽ പഠിച്ച രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി മനസ്സിലാക്കി പഠിക്കാനൊന്നുമില്ല, ഈ ഒരു പോയിന്റ്സ് കാണാതെ പഠിക്കാന്നുള്ളതേ ഉള്ളൂ, ജസ്റ്റ് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരിക എന്നുള്ളതേ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് എന്താണ്, ITA ആക്ട് 2000 ITA ആക്ട് കൊണ്ടുവന്നു, ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് കൊണ്ടുവന്നു. ദെൻ അതിലെന്താണ്, അതിൽ കുറേ ആൾക്കാർക്ക് എതിർപ്പുണ്ടായിരുന്നു. കാരണം കുറേ നിയമങ്ങൾ ഭയങ്കര കർശനമായിട്ടുള്ളതും കുറേ നിയമങ്ങൾ അത്ര ലിബറൽ ആയിട്ടുള്ള നിയമങ്ങളും, അങ്ങനെ അധികം വേർതിരിവും ആ ഒരു നിയമത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ കുറേ ആൾക്കാർക്ക് അതിനെതിരെ എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ എതിർപ്പ് പാലിച്ചുകൊണ്ട് 2008 വീണ്ടും ഒരു അമെൻഡ്മെൻറ്റ് ആക്ട്, അതായത് ഇൻഫോർമേഷൻ ടെക്നോളജി അമെൻഡ്മെൻറ്റ് ആക്ട് ഇറങ്ങുകയാണ്. അതിൻ്റെ ഫീച്ചേഴ്സാണ് ഇനി പറയാൻ പോണത്. ദെൻ സം ഓഫ് ദി കീ ഫീച്ചേഴ്സ് ഓഫ് ITAA എന്താണ് റെഫർ ചെയ്യുന്നത്, ഇൻഫോർമേഷൻ ടെക്നോളജി അമെൻഡ്മെൻറ്റ് ആക്ട് 2008. അതിൽ വന്നിട്ടുള്ള കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രയോറിറ്റി ടു ഡാറ്റ പ്രൈവസി, ഫോക്കസ് ഓൺ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി, ഡിഫൈനിങ് സൈബർ കഫേ, ഇൻക്ലൂഷൻ ഓഫ് സൈബർ ക്രൈംസ് സച്ച് ആസ് ചൈൽഡ് പോർണോഗ്രഫി ആൻഡ് സൈബർ ടെററിസം, അതോറൈസിംഗ് ആൻ ഇൻസ്പെക്ടർ ടു ഇൻവെസ്റ്റിഗേറ്റ് സൈബർ ഒഫൻസസ്, റെക്കഗ്നൈസിംഗ് ദി റോൾ ഓഫ് ICERT ഫുൾ ഫോം പഠിക്കണം, ഇന്ത്യൻ Computer Emergency Response Team, Indian Computer Emergency Response Team. Introduced Section 66A, which personalized sending offensive messages. Introduced Section 69, which gave authorities the power of monitor to computer resources. അപ്പോൾ ഇതിൽ മെയിനായിട്ടും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ സെക്ഷൻസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, സെക്ഷൻ 66A, സെക്ഷൻ 69 അല്ലേ, സെക്ഷൻ 66Aയും സെക്ഷൻ 69ഉമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ITAA. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സൈബർ ഒഫൻസസ്, കുറ്റകൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്പെക്ടറിനെ നിയമിച്ചു. അതേപോലെ ICERT എന്താണ്, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. അങ്ങനെയുള്ളതൊക്കെ അതിൽ നോട്ട് ചെയ്ത് വെക്കാം.
Then, the IT Act of 2000 originally contained 94 sections divided into 13 chapters and 4 schedules. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര സെക്ഷൻസ് ആയിട്ടാണ്, എത്ര ചാപ്റ്റേഴ്സ് ആയിട്ടാണ്, എത്ര ഷെഡ്യൂൾസ് ആയിട്ടാണെന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക 2000 IT ആക്ടിൽ കേട്ടോ. ദെൻ ഇതാണ് നമ്മൾ പറഞ്ഞ ടേബിൾ. ഇതിലൊന്നും നമുക്ക് പറഞ്ഞു തരാനായിട്ടില്ല. എല്ലാം എന്താണ് ആ ഒരു ടേബിളിൽ നിന്ന് മൈൻഡിലാക്കി എടുക്കാനേ ഉള്ളൂ. അതായത് കുറേ വട്ടം വായിച്ച് അതൊന്ന് മൈൻഡിലാക്കി സെറ്റ് ചെയ്തെടുക്കുക എക്സാമിന് മുന്നേ തന്നെ. എന്താണ് സെക്ഷൻ 65 ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്, സെക്ഷൻ 66A സെൻഡിങ് ഒഫൻസ് മെസ്സേജ് ത്രൂ കമ്മ്യൂണിക്കേഷൻ സർവീസസ്. ഈ ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി എന്ത് ചെയ്യുക, മനസ്സിലാക്കാനൊന്നുമില്ല. അതാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാത്തത്. അത് കാണാതെ പഠിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ദെൻ ഇതിൽ മെയിനായിട്ടും പിന്നെ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയണത് ഏതാണ്, സൈബർ ടെററിസം ആണ്. അത് സെക്ഷൻ 66F ആണ്. അതിൽ ജീവിതകാലം മുഴുവനുള്ള തടവാണ് പറഞ്ഞിരിക്കുന്നത് സൈബർ ടെററിസത്തിൽ കേട്ടോ. ദെൻ ബാക്കിയെല്ലാം എന്ത് ചെയ്യുക, അങ്ങനെ പറഞ്ഞ് അത് മൈൻഡിലാക്കാൻ നോക്കുക കേട്ടോ. ദെൻ മിസ്യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് സൈബർ സ്പേസ്. സൈബർ സ്പേസ് ഈസ് ദി ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ, ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ആൻഡ് computer processing systems. It is the place where all the internet transactions occur. Some commonly occurring abuses in the cyberspace. Cyberspaceൽ നടക്കുന്ന അബ്യൂസസ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ്, പറയാൻ പോണേ ഉള്ളൂ. ഓക്കെ, സൈബർ സ്പേസ് എന്ന് പറയുന്നത് ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്. ആ ഒരു ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ ഏതൊക്കെയാണ് കോമൺ അബ്യൂസസ്, അതും അടുത്ത ടേബിളാണ്. കണ്ടോ, ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടേബിളും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് വൺ, ഇമെയിൽ സ്പൂഫിംഗ്. ഇമെയിൽ സ്പൂഫിങ്ങിൽ എന്താണ്, വെൻ someone sends an email that you appears to be from another person, മറ്റൊരാളുടേതാണ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റേതാണെന്നുള്ള രീതിയിൽ ഇമെയിൽ അയച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന രീതിയാണ് ഏത്, ഇമെയിൽ സ്പൂഫിംഗ്. ദെൻ ഫിഷിംഗ്, എക്സ്ട്രാക്ടിങ് പേഴ്സണൽ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഫ്രം ദി വിക്ടിം സച്ച് ആസ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്. ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസൊക്കെ നമ്മുടെ നിന്ന് ചോർത്തിക്കൊണ്ട് ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവരെന്ത് ചെയ്യുക, ആ ഒരു പണമിടപാട് നടത്തുക. ആ ഒരു രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇനി സൈബർ സ്റ്റോക്കിംഗ്. ആൻഡ് ഇൻഡിവിജ്വൽ യൂസേഴ്സ് ദി ഇൻ്റർനെറ്റ് ടു സിസ്റ്റമാറ്റിക്കലി ഹാരാസ് ഓർ ത്രെറ്റൻ സമൺ. അതായത് ബ്ലാക്ക് മെയിൽ ചെയ്യാന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇതിൽ വരുന്നതാണ്, സൈബർ സ്റ്റോക്കിങ്ങിൽ വരുന്നതാണ്. ഇനി സൈബർ ബുള്ളിങ്. ആൻഡ് ഇൻഡിവിജ്വൽ യൂസേഴ്സ് ദി ഇൻ്റർനെറ്റ് ടു ഹാം ഓർ ഫ്രൈറ്റൻ സമൺ സെൻഡിങ് ആൻഡ് ദം അൺപ്ലസൻറ്റ് മെസ്സേജസ്. അതായത് അരോചകമായ രീതിയിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്കെതിരെയുള്ളതാണ് എന്തെന്ന് പറയുന്നത്, സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. ദെൻ വോയറിസം. ആൻ ഇൻഡിവിജ്വൽ വാച്ചസ്, ഷെയർസ് ഓർ ക്യാപ്ചർ ദി ഇമേജ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് ഹിസ് ഓർ ഹെർ പെർമിഷൻ ഫോർ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ. സെക്ഷൽ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഒരാളുടെ ഫോട്ടോ അവരുടെ അനുവാദമില്ലാതെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്, വോയറിസമാണ് അവിടെ വരുന്ന അബ്യൂസ് എന്ന് പറയുന്നത്. ഇനി ക്രെഡിറ്റ് കാർഡ് സ്കിമ്മിങ്. വെൻ someone uses an illegal device to collect the information from the magnetic stripe of ATM, debit or credit card. അതായത് ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നുള്ളതിൻ്റെയൊക്കെ മാഗ്നറ്റിക് സ്ട്രൈപ്പിൽ നിന്നും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഇല്ലീഗൽ ഡിവൈസ് ആണ് ശരിക്കും എന്ത്, അങ്ങനെ യൂസ് ചെയ്യുന്ന ആ ഒരു അബ്യൂസ് ആണ് എന്തെന്ന് പറയുന്നത്, ക്രെഡിറ്റ് കാർഡ് സ്കിമ്മിങ്. ഇനി സൈബർ ഹാക്കിംഗ്. എനി ടൈപ്പ് ഓഫ് മിസ്യൂസ് ഓഫ് എ കമ്പ്യൂട്ടർ ടു ബ്രേക്ക് ദി സെക്യൂരിറ്റി ഓഫ് അനദർ കമ്പ്യൂട്ടർ സിസ്റ്റം ടു സ്റ്റീൽ ഡാറ്റ, കറപ്റ്റ് സിസ്റ്റംസ് ഓർ ഫയൽസ്. അതായത് ആ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും അവരുടെ ഡാറ്റാസ് ചോർത്തിയെടുക്കാനും അവരുടെ ആ ഒരു സിസ്റ്റംസും ഫയൽസും എല്ലാം ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആ കമ്പ്യൂട്ടറിൻ്റെ എല്ലാവിധ സെക്യൂരിറ്റീസും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ് ശരിക്കും എന്ത്, സൈബർ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. അതായത് DOS അറ്റാക്ക്, ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ, ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു വെബ്സൈറ്റ്സിൻ്റെ മുഴുവനായിട്ടുള്ള സർവീസസും ഡിക്ലൈൻ ചെയ്യുന്ന രീതിയിൽ ആ വെബ്സൈറ്റിനെ മാറ്റുക. ദാറ്റ് ഈസ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്, DOS അറ്റാക്ക്. ഇനി മാൽവെയർ അറ്റാക്ക്. മാൽവെയർ സോഫ്റ്റ്വെയർസ് പെർഫോംസ് ആക്ടിവിറ്റീസ് ഓൺ ദി വിക്ടിംസ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് യൂഷ്വലി വിത്തൗട്ട് ദെയർ പെർമിഷൻ. അതായത് ഈ വൈറസ് ഒക്കെ വരുന്നത്, വൈറസ് കയറ്റുന്നതെല്ലാം വരുന്നത് ഏതിലാണ്, മാൽവെയർ അറ്റാക്കിലാണ്. ഇനി സ്പാമിംഗ്. ദി യൂസ് ഓഫ് ഇലക്ട്രോണിക് മെസ്സേജിംഗ് സിസ്റ്റംസ് ലൈക്ക് ഇമെയിൽസ് ടു സെൻഡ് അൺവാണ്ടഡ് ബൾക്ക് മെസ്സേജസ് ഇൻഡിസ്ക്രിമിനേറ്റ്ലി. അതായത് ബൾക്ക് മെസ്സേജസ് ആയിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ബൾക്ക് മെസ്സേജസ് യൂസ് ചെയ്യുന്നത് ഏതാണ്, ആ ഒരു അബ്യൂസ് ഏതാണ്, സ്പാമിംഗ് ആണ്. ഇമെയിൽസിലൂടെ നടത്തുന്നത് സ്പാമിംഗ്. നെക്സ്റ്റ് വൺ, സോഫ്റ്റ്വെയർ പൈറസി. ദി അൺഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോഫ്റ്റ്വെയർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ്. സലാമി സ്ലൈസിംഗ് അറ്റാക്ക്. ഈ ഒരു സ്ലൈഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സലാമി സ്ലൈസിംഗ് അറ്റാക്ക് ആണ്. സ്ലൈസിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഇങ്ങനെ കനം കുറഞ്ഞ് ഇങ്ങനെ അരിയുന്ന രൂപത്തിലല്ലേ സ്ലൈസിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ സ്ലൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേയുള്ള ഒരു, ഇപ്പോൾ സ്റ്റീൽ മണി ആയാലും, മണി സ്റ്റീൽ ചെയ്യുന്ന പരിപാടി ആയാലും കുറേ ഉള്ളതിൽ നിന്ന് മൊത്തത്തിൽ നോക്കുമ്പോൾ കുറവൊന്നും വരുത്താത്ത രൂപത്തിൽ അവർ കുറച്ചായിട്ട്, ബിറ്റ് എന്നുള്ള വാക്കാണ്, അതായത് കുറച്ച്, അത്രയും കുറച്ച് എന്നുള്ള വാക്കാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ സ്റ്റീൽ ചെയ്യുക, അതായത് മൊത്തത്തിൽ ഓവറോൾ നോക്കുമ്പോൾ വലിയ കുറവൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല, പക്ഷേ അവിടെ അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കായിട്ട് കുറച്ചായിട്ട് എടുത്തുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് സലാമി സ്ലൈസിംഗ് അറ്റാക്ക്. ഇനി സൈബർ ടെററിസം. ദി പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ടു കോസ് വൈഡ് സ്പ്രെഡ്
സ്പ്രെഡ് ഫിയർ ഇൻ സൊസൈറ്റി. സൈബർ ടെററിസത്തിനാണ് നമ്മൾ ലൈഫ് ടൈം ഇംപ്രിസൺമെൻറ്റ് പറഞ്ഞത് അല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കാം. സോ യൂണിറ്റ് 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് 4, ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ സോഷ്യൽ മീഡിയ. ഹൗ യു ക്യാൻ എഫക്റ്റീവ്ലി എൻഗേജ് വിത്ത് ദീസ് പ്ലാറ്റ്ഫോംസ്. അതായത് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിട്ട് എങ്ങനെ എഫക്റ്റീവ്ലി എൻഗേജ് ചെയ്യാം, നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ചാപ്റ്റർ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് യുവർ ഓഡിയൻസ്. ഏതൊക്കെ ടൈപ്പ് ഓഡിയൻസ് ആണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതാണ് കൺസിസ്റ്റൻസി ഇസ് ദി കീ. നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും അത് മുടങ്ങാതെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ വീക്ക്ലി ആണെങ്കിലും മന്ത്ലി ആണെങ്കിലും അതിനൊരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ നോക്കുക. എൻഗേജ് വിത്ത് യുവർ ഓഡിയൻസ്. അതായത് ഒരു വൺ വേ സ്ട്രീറ്റ് എന്നതിനേക്കാളും ഒരു 2 വേ സ്ട്രീറ്റ് ആയിട്ട് ഇപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും അതിൽ കമൻസ് അറിയിക്കാൻ പറഞ്ഞു, നിങ്ങളുടേതായിട്ടുള്ള കമൻസ് നിങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അതെന്തായി ഒരു 2 വേ സ്ട്രീറ്റ് ആയി, നിങ്ങളും കൂടി അതിൽ പാർട്ടിസിപ്പൻസ് ആണ്, അതിൽ എൻഗേജ്ഡ് ആണെന്നുള്ള തോന്നൽ ആർക്ക് വരികയാണ്, ഓഡിയൻസിന് വരികയാണ്. ദെൻ ആഡ് വാല്യൂ ടു ദി കോൺവെർസേഷൻ. ദിസ് മീൻസ് ഷെയറിംഗ് കണ്ടന്റ് ദാറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ്, ഇൻഫോർമേറ്റീവ് ഓർ എൻ്റർടൈനിങ് ദാറ്റ് ഈസ് യുവർ ഓഡിയൻസ് വിൽ ഫൈൻഡ് വാല്യുബിൾ. അതായത് ഓഡിയൻസിന് എങ്ങനത്തെ, ആദ്യം ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ ഓഡിയൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്നത് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വീഡിയോസ് ആയാലും ഓഡിയോസ് ആയാലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ബി ഒതൻറ്റിക്. ഒതൻറ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളായിട്ടിരിക്കാൻ ശ്രമിക്കുക. മറ്റൊരാളുടെ പോലെ അല്ലെങ്കിൽ മറ്റൊരാളുടെ കണ്ടന്റ് എടുത്തിട്ടോ നമ്മൾ ആ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവാനോ നിൽക്കാതിരിക്കുക. എന്ത് ചെയ്യുക, നമ്മളായിട്ടിരിക്കുക. ഒതൻറ്റിസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്നുള്ളതൊക്കെ എല്ലാം നോക്കിയിട്ട് എന്ത് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ. ദെൻ യൂസ് മൾട്ടിമീഡിയ. മൾട്ടിമീഡിയ such as photos, videos, graphics can help you make your content more engaging and shareable. Appropriate and upright content on social media platforms. Proper conduct is essential in every place. Even at home, we do not behave at the same when we are alone and when there is a guest. ഇതിൽ പറയുന്നത് മെയിനായിട്ടും കമ്മ്യൂണിക്കേഷൻ എഡ്യൂക്കേറ്റ്സ് നമ്മൾ പഠിച്ചല്ലോ, അതേപോലെയുള്ള എഡ്യൂക്കേറ്റ്സ് ആണ് മെയിനായിട്ടും പറയുന്നത്. അതായത് മര്യാദകൾ. കാരണം നമ്മളിപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ നമ്മളെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് പോലെയുള്ള ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെരുമാറുക. അങ്ങനെ സോഷ്യൽ മീഡിയയിലും അങ്ങനെ ആ ഒരു രീതിയിൽ വേറിട്ട രീതിയിൽ പെരുമാറേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്, ആ ഒരു മര്യാദയിൽ പെരുമാറേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ദെൻ സെയിം ഈസ് ട്രൂ ഫോർ സോഷ്യൽ മീഡിയ. ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വി ഹാവ് ടു യൂസ് ലാംഗ്വേജ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഒഫെൻസീവ് ഓർ ഹേർട്ട്ഫുൾ ടു സമ്മൺസ് ഫീലിംഗ്. ഓക്കെ, കമൻറ്റ് ഇടുമ്പോൾ ചില വീഡിയോസിൻ്റെ കമൻറ്റൊക്കെ നമുക്ക് വായിക്കുമ്പോൾ അത്രയും നമുക്ക് തന്നെ അവരോട് ഒരു പാവം തോന്നുന്ന രീതിയിൽ അത്രയും ഹാംഫുൾ ആയിട്ടുള്ള കമൻസ് ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ അവരൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ പെരുമാറുമ്പോൾ നമ്മൾ കുറച്ചധികം മര്യാദകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. We should interact with respect. Abusive comments or messages or posts on social media can affect the mental health of a person who falls victim to it. അതായത് ഇങ്ങനെ കമൻ്റ് ഇടുന്ന ആൾക്കാർ ഈ ഒരു മെൻ്റൽ പേഴ്സൺ, ഈ ഒരു ആളുടെ മെൻ്റൽ എബിലിറ്റി, ആ ഒരു ഡിപ്രഷനിലേക്കാണ് അവർ പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് കൂടി കാണുമ്പോൾ, ആ ഒരു മെസ്സേജ് കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കമൻറ്റ് കാണുമ്പോൾ അവർക്ക് കൂടി എന്ത് ഇമ്പാക്റ്റ് ആവും എന്നുള്ളതൊക്കെ ആലോചിച്ചതിന് ശേഷം ഒരു സെക്കൻഡ് തോട്ടോട് കൂടി മാത്രം എന്ത് ചെയ്യുക, കമൻ്റ് ആയാലും എന്ത് നിങ്ങളുടെ ആ ഒരു ഒപ്പീനിയൻസ് ആയാലും അറിയിക്കാനായിട്ട്. We are provided with options to block and report the person who is engaged in such malpractices. On higher level complaints can be made to the cyber cell as well. ബ്ലോക്ക് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനുമുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ. ഇനി അങ്ങനെയും ശല്യം പോകണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സൈബർ സെല്ലിൽ പരാതി കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. There are numerous risks involved in social media, one of which is safety of your personal information. When you sign up for any social media platform such as Facebook, Twitter, Instagram, you are required to agree to certain terms and conditions on ദാറ്റ് പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ കയറ്റുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പോളിസീസ് വരും. നമ്മൾ ചിലപ്പോൾ ഒന്നും നോക്കാതെ അഗ്രി ആൻഡ് കണ്ടിന്യൂ ആ ഒരു ഇതിൽ ഇങ്ങനെ ആ ഒരു പേജ് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പോകും. പക്ഷേ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും അതേപോലെ ആ ഒരു പാർട്ടിയും അല്ലാതെ വേറൊരു തേർഡ് പാർട്ടിക്ക് നമ്മുടെ സമ്മതമില്ലാതെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ലൈക്ക് പാസ്വേഡ് എല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ആ ഒരു ആക്സസിബിലിറ്റി അവർ പ്രോഹിബിറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. ദെൻ these platforms provide us with options to keep our data safe. On the other hand, we can share things in public mode where anyone can access it. On the other hand, we can ensure that only our friends or followers, ഇതൊന്നുമില്ല, നമുക്ക് എന്താണ് നമ്മുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി വയ്ക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും കാണുന്ന രൂപത്തിൽ പബ്ലിക് ആക്കി വയ്ക്കാം. നമ്മുടെ ഫ്രണ്ട്സിനെയും ഫോളോവേഴ്സിനെയും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ മാത്രം ഫോളോവേഴ്സ് ആയിട്ട് നമുക്ക് വെക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. വി മസ്റ്റ് റിഫ്രെയിൻ ഫ്രം ഓവർ ഷെയറിംഗ് ഇൻഫോർമേഷൻ ആൻഡ് ഫ്രോം ഷെയറിംഗ് തിങ്സ് ദാറ്റ് ആർ നോട്ട് ക്രെഡിബിൾ. അതായത് ഒരു കാര്യം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതാണ് ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ട് അതിൻ്റെ പിന്നിൽ എന്നുള്ളതൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ ഇലക്ട്രോണിക് ടൂൾസ് ആൻഡ് ഹെൽത്ത് ഹസാർഡ്സ്. അതായത് നമുക്കിങ്ങനെ കുറേ നേരം സ്ക്രീനിൽ നോക്കുന്ന സമയത്ത്, ഇപ്പോൾ എനിക്കാണെങ്കിൽ കൂടി സ്ക്രീനിൽ കുറേ നേരം, ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് സ്ക്രീനിലാണല്ലോ, അപ്പോൾ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ വരാനും അതേപോലെ തന്നെ നമ്മൾ ഇരുന്നിട്ടാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്, അപ്പോൾ ഇരിക്കുമ്പോഴുള്ള ബാക്ക് പെയിൻ വരാനും അങ്ങനെയുള്ള ഒരുപാട് ഹെൽത്ത് ഹസാർഡ്സ് വരാൻ ഇലക്ട്രോണിക് ടൂൾസ് കൊണ്ട്
സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പ്ലാറ്റ്ഫോംസ് ലൈക്ക് ദീസ് മേക്ക് അവർ ഡെയിലി ലൈഫ് മച്ച് ഈസിയർ ആൻഡ് സ്മൂത്തർ. അതായത് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഈസിനെസ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും എല്ലാത്തിനും ഒരു നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ടെന്ന് പറഞ്ഞ പോലെ ടെക്നോളജിക്കും നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഹെൽത്ത് ഹസാർഡ്സ് ഒക്കെ അറിഞ്ഞിരിക്കുക, എന്തൊക്കെയാണ് അത്ര നേരം കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഹെൽത്ത് ഹസാർഡാണ് വരിക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ദെൻ ഇലക്ട്രോണിക് ടൂൾസ് ഓൺ മെൻ്റൽ ഹെൽത്തിനും ഇത് ഒരുപാട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഫിസിക്കൽ ഹെൽത്ത് ആയിട്ടുള്ള ഐ റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പോൾ കണ്ണിന് പ്രശ്നം വരിക അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരിക എന്നുള്ളതിനേക്കാളും ഉപരി മെൻ്റൽ ഹെൽത്തിനെ കൂടി ചില ആൾക്കാർ ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഹറാസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരിനെ കമൻറ്റ് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ വേറെ അവരുടേതായിട്ടുള്ള വീഡിയോസും പോസ്റ്ററൊക്കെ ഷെയർ ചെയ്തുകൊണ്ടോ ഹറാസ് ചെയ്യപ്പെടുന്ന ആൾക്കാർ അവർ ഒരുപാട് കാലം മെൻ്റൽ സ്ട്രെസ്സിലേക്കോ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കോ പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അൺകൺട്രോൾഡ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് മേ റിസൾട്ട് ഇൻ സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് മെൻ്റൽ സ്ട്രെസ്, ഡിപ്രഷൻ, ആൻസൈറ്റി, ഐസൊലേഷൻ എക്സെട്ര. ദെൻ ഇതൊന്നും പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ അത് ആ ഒരു എന്താണോ പറയണത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതൊന്നും പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വേറെയുണ്ട് നമുക്ക്. ഓക്കെ, ദെൻ ഇനി ഫോമോ, ഇതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഫോമോ എന്ന് പറയുന്നത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അതായത് ജലസീനേക്കാളും, ജലസി എന്താണ്, മറ്റുള്ളവർ ഒരു കാര്യം നേടുമ്പോൾ നമുക്കൊരു അസൂയ വരിക, അതാണ് ജലസി എന്ന് പറയുന്നത്. പക്ഷേ ഫോമോ എന്ന് പറയുന്നത് ഒരു അസുഖമാണ്. അതായത് അവരിങ്ങനെ അച്ചീവ് ചെയ്യണ കാണുമ്പോൾ നമ്മളിനി ഒന്നും അല്ലാതായി പോകുമോ എന്നുള്ള കുറേ നേരം നീണ്ടു നിൽക്കുന്ന ഒരു പേടി, ആ പേടീനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോമോ എന്ന് പറയുന്നത്. അതൊരു അസുഖമാണ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അതൊരു ഡിസബിലിറ്റി ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇനി the detrimental effects of gaming leading to violence and suicide have made ഹെഡ്ലൈൻസ് ഇൻ റീസെൻറ്റ് ടൈംസ്. അല്ലേ, കുറച്ച് കാലം മുന്നെയൊക്കെ നമുക്ക് കുറേയധികം ഹെഡ്ലൈൻസ് ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ഗെയിം കളിച്ചിട്ട് ഇത്ര വയസ്സായ കുട്ടി അന്തരിച്ചു, അങ്ങനെ ആ ഒരു സൂയിസൈഡ് ചെയ്തു, അങ്ങനെയുള്ള രൂപത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. സോ അതെല്ലാം ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടാണ്, സോഷ്യൽ മീഡിയയുടെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ എഫക്റ്റ് ഓഫ് ഇലക്ട്രോണിക് ടൂൾസ് ഓൺ ഫിസിക്കൽ ഹെൽത്ത്, നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമുക്ക് കണ്ണിന് വേദന വരിക, ബാക്ക് പെയിൻ, ഇതെല്ലാം ഹെൽത്ത് ഹസാർഡാണ്, ഫിസിക്കൽ ഹെൽത്ത് ഹസാർഡാണ് ഏത് ഇലക്ട്രോണിക് ടൂൾസ് കൊണ്ട് വരുന്നത്. ദെൻ യൂസ് സ്പെക്ടക്കിൾസ് വൈൽ യൂസിങ് സ്ക്രീൻ help us protect our eyes to an extent. A morning walk or evening walk can make us feel fresh. അതായത് ഒരു മോർണിംഗ് വാക്കോ ഈവനിങ് വാക്കോ ഒക്കെ നടത്തുക, അതേപോലെ തന്നെ നമ്മൾ സ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് സ്പെക്സ് യൂസ് ചെയ്യുക, ഇതെല്ലാം നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ സഹായിക്കും, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കും ഫിസിക്കൽ ഹസാർഡ്സിൽ നിന്നും. അപ്പോൾ നമ്മൾ യൂണിറ്റ് 4 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ക്ലാസ് ഇഷ്ടമായോ, എന്താണ് അഭിപ്രായം എന്നുള്ളതൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.